കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഓരോ അഭിഷക്തന്മാരെയും ദൈവം നടത്തുന്ന വഴികൾ വ്യത്യസ്തമാണ്. അവർ വന്ന വഴികൾ, ദൈവം വിളിച്ച രീതികൾ, ശുശ്രൂഷിക്കാൻ ദൈവം കൊടുത്ത നിയോഗങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. നിശ്ചയമായിട്ട് അനേകർക്ക് അത് പ്രയോജനമാകുന്നു ഞങ്ങൾ അറിയുന്നു. ധാരാളം കോളുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും ജീവിതത്തിൽ ശുശ്രൂഷയിൽ എവിടെയെങ്കിലും ഉയരാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു പ്രചോദനകരമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മുടെ മധ്യേ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നെന്മാർ എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ദീർഘവർഷങ്ങളായി ചെയ്യുന്ന പാസ്റ്റർ ജിമ്മി കുര്യാക്കോസ് അവർകളാണ്. പാസ്റ്റർ, കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ താങ്കളെ ഹാർദവമായി കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഇവരോട് നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുവാനും അതോടൊപ്പം തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കർത്താവ് വരുത്തും ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറട്ടെ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, ഇങ്ങനൊരു അവസരം പാസ്റ്റർ ഞങ്ങൾക്ക് ഒരുക്കുന്നതിൽ സ്തോത്രം, ദൈവത്തിന് മഹത്വം. പാസ്റ്റർ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പാസ്റ്ററോട് ചോദിച്ചറിയാൻ വന്നത്. ദീർഘവർഷങ്ങളായി ഈ പാലക്കാടിൽ നെന്മാർ എന്ന സ്ഥലത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ ആദ്യമായി പാസ്റ്ററിന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. പാസ്റ്റർ, രക്ഷയിലേക്ക് വന്ന അനുഭവങ്ങൾ എങ്ങനെയാണ്? രക്ഷിക്കപ്പെടുന്നതിന് എവിടെയായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു? രക്ഷയിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഞങ്ങളുടെ ഹാർവസ്റ്റ് ടീമുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? പാസ്റ്റർ, ഞാൻ രക്ഷയിലേക്ക് വരാൻ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ജനിച്ച ആളല്ല. യാക്കോബായ ഒരു പള്ളിയോട് ചേർന്ന് ഒരു വീട്ടിലാണ് ജനിച്ച് വളർന്നതല്ല. അതുകൊണ്ട് തന്നെ പള്ളിയോട് വളരെ അടുത്ത് ഇടപഴകുവാൻ കഴിഞ്ഞു. വിവാഹാനന്തരം ജോലിയുള്ള ബന്ധത്തിൽ സൗദി അറേബ്യയ്ക്ക് കടന്നുപോയി. അവിടെ വെച്ചാണ് ആദ്യമായി ഒരു പെന്തക്കോസ് കൂട്ടായ്മയോട് ഹൃദയത്തിനകത്ത് താല്പര്യം തോന്നിയത്. നാട്ടിലായിരുന്നപ്പോൾ പഴന്തോട്ടം ഐപ്പിച്ച് സഭയിൽ പല സന്ദർഭങ്ങളിൽ പോയത് ഓർക്കുന്നുണ്ട്. അവിടെ വെച്ച് രക്ഷയിലേക്ക് വരാനായിട്ട് മനസ്സുകൊണ്ട് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ സൗദി ചെന്നപ്പോൾ ഒരു നിർബന്ധം എൻ്റെ മേൽ വന്നു എന്ന് പൗലോസ് പറയുന്ന പോലെ ഈ രക്ഷയിലേക്ക് കടന്നു വരാൻ ഞാൻ നിർബന്ധിതനായി. ഒരിക്കലും സാധ്യതയില്ലാത്ത ആ രാജ്യത്ത് വെച്ച് സ്ഥാനപ്പെട്ട് ദൈവസഭയുടെ ഒരംഗമാകുവാൻ, ദൈവസഭയോട് ചേരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ രക്ഷയിലേക്ക് വരുവാൻ ദൈവമുഖാന്തരങ്ങൾ ഒരുക്കിയത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പാസ്റ്റർ, രക്ഷിക്കപ്പെട്ടിട്ട് പാസ്റ്റർ ശുശ്രൂഷയിൽ വരേണ്ട അനുഭവം. പാസ്റ്റർ പറഞ്ഞ ജോലി ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ജോലി ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ശുശ്രൂഷ മേഖല തിരഞ്ഞെടുക്കുവാൻ? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ശുശ്രൂഷ ആഗ്രഹിച്ചിറങ്ങിയതല്ല പാസ്റ്റർ. വാസ്തവത്തിൽ അവിടുത്തെ ജോലിയിലുണ്ടായ ബുദ്ധിമുട്ട്, ശമ്പളമില്ലാതെയും സമയം ക്രമമില്ലാതെയും ജോലി ചെയ്യേണ്ടി വന്നു. അതെന്നെ രോഗിയാക്കി മാറ്റി. ഞാൻ ആശുപത്രിയിൽ അവിടെ റിയാദ് സെൻട്രൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വെച്ച് സമർപ്പണ ദിവസം എടുക്കേണ്ടി വന്നു. കർത്താവ് എന്നെ ഈ വിഷയത്തിൽ നിന്ന്, അഥവാ സർജറി കൂടാതെ എന്നെ പുറത്തിറക്കുകയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമെന്നും ആ തീരുമാനമാണ് സത്യത്തിന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. പിന്നീട് പല പ്രവാചകന്മാർ രാജ്യത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന എന്നോട് കൈമാറുകയും അത് എന്നോടുള്ള ദൂതായി എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതും എൻ്റെ ജോലി രാജിവെച്ച് സുവിശേഷയ്ക്ക് വേണ്ടി പോകുവാൻ ഞാൻ തീരുമാനമെടുക്കുവാൻ ഒരു മുഖാന്തരമായി തീർന്നു. എന്ന് പറഞ്ഞാൽ ആ ഒരു രോഗം വന്നത് കർത്താവിൻ്റെ വേലയ്ക്കുള്ള മുഖാന്തരമായിരുന്നു. ആമേൻ. അത് പിന്നീടാണ് തിരിച്ചറിയാൻ പറ്റിയത്. അതെ. പ്രൈസ് ദി ലോർഡ്. നല്ലത് പാസ്റ്റർ. അതുപോലെ തന്നെ പാസ്റ്റർ, ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പാസ്റ്റർ വന്നു. നെന്മാറ എന്ന സ്ഥലത്താണ് പാസ്റ്റർ ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ദീർഘവർഷങ്ങൾ ഈ സ്ഥലത്ത് തന്നെ പാസ്റ്റർ ഉണ്ടല്ലോ. ഈ നെന്മാറ എന്ന സ്ഥലത്തിൽ പാസ്റ്റർ പാലക്കാട് തുടങ്ങുവാനുള്ള, ഈ ശുശ്രൂഷ ആരംഭിക്കാനുള്ള കാരണങ്ങളും അതിൻ്റെ പിന്നിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കണം. പക്ഷേ കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിലാണ് 3 വർഷം പഠിത്തം പൂർത്തീകരിച്ചത്. അപ്പോൾ പല സഭകളിൽ നൽകി പല സെൻറ്ററുകളിലേക്കും അന്ന് ശുശ്രൂഷയ്ക്ക് പോകാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഈ സുവിശേഷം ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ആളുകളുടെ ഇടയിൽ
സുവിശേഷം പങ്കുവയ്ക്കണം. അതിനൊരു പാസ്റ്റർ ആകണമെന്ന് ആഗ്രഹം എൻ്റെ മനസ്സിൽ അന്നില്ലായിരുന്നു. എങ്ങനെയെങ്കിലും സുവിശേഷം. അപ്പോൾ ഈ പ്രദേശത്ത് അതിനുള്ള ഒത്തിരി സാധ്യത കിടപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞത് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു മലയടി വാരത്തിൽ വയൽ വിളഞ്ഞു കിടക്കുന്നു, കൊയ്ത്തിന് പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മലയടിവാരം എന്ന് പറയുന്നത് അന്ന് എൻ്റെ വൈഫ് ആലീസിൻ്റെ ചേട്ടൻ വല്യപ്പച്ചൻ്റെ മകൾ ഇവിടെ വെറ്റിനറി ഡോക്ടർ നെല്ലിയാമ്പതിയിൽ അവിടെ വന്ന് പരിചയമുണ്ട്. അപ്പോൾ ആ മല അതിൻ്റെ അടിവാരം ഞങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിൽ തോന്നുന്നത്. അങ്ങനെ ഇവിടെ വന്ന് നെല്ലിയാമ്പതിയിൽ വന്ന് ചേച്ചിയോട് സംസാരിച്ചു. അവിടെ ഒത്തിരി സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്കും അറിയാം ഞാൻ പാസ്റ്ററാകാനായിട്ടുള്ളതല്ല, ഈ സുവിശേഷം പങ്കുവയ്ക്കുക, സാധുക്കളുടെ ഇടയിൽ ഏതെങ്കിലും വിധത്തിൽ യേശുവിൻ്റെ സാക്ഷിയാകുക, അത്രേ അന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ഒരു വയൽ പ്രദേശമാണ് നെല്ലിയാമ്പതി നെന്മാറ എന്ന് ചേച്ചി പറഞ്ഞു, മേരി ചേച്ചി, ഡോക്ടർ മേരി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നെന്മാറ തിരഞ്ഞെടുക്കുവാൻ പ്രേരണ. ഈ ദൈവാലോചന എൻ്റെ പിന്നിലുണ്ട്. മലയാടി വാരം വിളഞ്ഞു കിടക്കുന്നു, അങ്ങോട്ട് തന്നെ അയക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊരു ദൂതായിട്ട് ഏറ്റെടുത്ത് അങ്ങനെ തീരുമാനമെടുത്ത് പോകുന്നതാണ്. ഇവിടെ വന്നപ്പോൾ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഈ സ്ഥലമാണെന്ന് എങ്ങനെ മനസ്സിലായി? എങ്ങനെ? പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരിക്കലും ഇവിടെ പ്രവർത്തിക്കാൻ അനുകൂലമായൊരു സാഹചര്യം ഞങ്ങൾ ഏതെങ്കിലും സംഘടനയോ വ്യക്തിയോ പറഞ്ഞയച്ചതല്ല നെന്മാറയ്ക്ക്. അതുകൊണ്ടൊരു സ്പോൺസർ പുറകിലില്ല. പിന്നെ അവിടെ ഞാൻ താമസിച്ച എലന്തൂർ സൈഡാണ്. അവിടെ താമസിച്ചവരെല്ലാം ഒത്തിരി സ്നേഹമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഞാൻ ഭാര്യ 2 കുഞ്ഞുങ്ങളുമായിട്ട് പോരുന്നതിൽ അവർക്കും മനസ്സുകൊണ്ട് വിഷമമുണ്ട്. മറ്റൊന്നുമല്ല, ഒരു വിശ്വാസിയില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഈ കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന കാര്യത്തിൽ എന്നെ സ്നേഹിച്ച ഒത്തിരി പേർക്ക് മനസ്സുകൊണ്ട് വിഷമമുണ്ട്. പക്ഷേ എൻ്റെ ഒരു ദൈവാലോചനയാണെന്നും അല്ലെങ്കിൽ ദൈവഹിതമാണെന്നും ദൈവനിയോഗമാണെന്നുമുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അവരുടെ സ്നേഹമേറിയ നിർബന്ധങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പോരായിരുന്നു. ഒരു 100 രൂപയുടെ വീട് കിട്ടാനാണ് നമ്മൾ ആഗ്രഹിച്ച് നടന്നത്. അത് കിട്ടാതെ വന്ന സമയമുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഈ ആൾതാമസം ഇല്ലാത്ത ഒരു ഷെഡ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ദുർഘടമായ ഒത്തിരി സാഹചര്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ ദൈവവിളി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഒരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം ആണ് നെന്മാറയ്ക്ക് ഇങ്ങനെ അയച്ചത്. അങ്ങനെ ഡോക്ടർ ജെ മേരി ട്രാൻസ്ഫറായിട്ട് നെന്മാറയ്ക്ക് വരികയും അവർക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു അവരുടെ പേരിൽ. പിന്നീട് അവർ ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നു താമസം തുടങ്ങുന്നതിന് മുമ്പ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ നെന്മാറ തന്നെയാണ് ദൈവം ഞങ്ങളാക്കി വെച്ചിരിക്കുന്ന തിരിച്ചറിയും അവിടെ താമസിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചത്. ആ സമയത്ത് ഈ ഏരിയയിലൊരു പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നില്ല? ഒരു പ്രവർത്തനം ഉണ്ട്, പക്ഷെ അത് അറിയപ്പെടുന്നതല്ല, ആളുകളും കൂടി വരുന്നതല്ലായിരുന്നു. പേരിന് ഒരു പ്രവർത്തനം നെന്മാറയിൽ ആ സമയത്ത് കൊണ്ടുവരുന്നത്. നെന്മാറയല്ല, നെന്മാറന്നൊരു 4 കിലോമീറ്റർ അപ്പുറം. അല്ലാതെ നെന്മാറ ടൗൺ ബേസിൽ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ സ്ഥലത്ത് പാസ്റ്റർ ഇവിടെ തന്നെ ആരംഭിക്കാനുള്ള കാരണം ഇപ്പോൾ സഭയിരിക്കുന്ന സ്ഥലത്ത്? ഈ സ്ഥലം ഞാനിവിടെ നെന്മാറ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും 10 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കെട്ടിടം, സ്വന്തമായിട്ടൊരു ആരാധനാലയം, ഇതെല്ലാം ഹൃദയത്തിൽ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ അന്നത്തെ നെന്മാറ സർക്കിൾ ഇൻസ്പെക്ടർ ജി രാജൻ എന്ന് പറഞ്ഞ ഒരു CI ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു രഹസ്യവിശ്വാസിയായിരുന്നു, നെന്മാറയിലെ രഹസ്യവിശ്വാസി. അത് മറ്റാർക്കും അറിയത്തില്ല. ഞങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ തമ്മിൽ കാണുകയും ഞങ്ങൾ തമ്മിൽ അദ്ദേഹമാണ് ആദ്യം എന്നോട് പറഞ്ഞത് നമുക്കൊരു ആലയം നെന്മാറയിൽ വേണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു പ്രേരണ ഈ പ്രദേശത്ത് ഒരാലയത്തിന് സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ചു നടന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ നെന്മാറിൽ നിന്ന് വലിയ ദൂരമില്ല, നടന്നു വരാവുന്ന ദൂരത്തിൽ പേഴുംപാറ, നെല്ലിയാമ്പതി റോഡ്, പോത്തുണ്ടി റോഡ്, പേഴുംപാറ, ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നടന്നു വരാവുന്ന ദൂരത്തിൽ ഈ സ്ഥലം ദൈവം നമുക്ക് ചർച്ചിന് വേണ്ടി അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കി തന്നു. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ ആരാധനയിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് പാസ്റ്റർ കിടപ്പാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കടത്തനല്ലേ കിടന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ? അത് ഈ വാടക വീടിൽ നിന്ന് ഞങ്ങൾ ഒഴിയേണ്ടി വന്നപ്പോൾ മറ്റൊരു വീട് ആരാധനയ്ക്ക് അനുകൂലമായിട്ട് കിട്ടാൻ ഇല്ലായിരുന്നു. താമസത്തിന് കിട്ടും, ആരാധനയ്ക്ക് അനുകൂലമായ വീട് നെന്മാറ കിട്ടാൻ ബുദ്ധിമുട്ട്. അത് അന്നും ഇന്നും തടസ്സം തന്നെയാണ്. കാരണം ചുറ്റുപാടുകൾ ഈ പ്രാദേശിക ആളുകൾ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാകാം അവർ വീടുകൾ തരത്തില്ല. സ്വാഭാവികമായിട്ട് താമസത്തിനല്ല, ആരാധനയ്ക്ക് തരുന്നതിന് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന വീട് ഒഴിയേണ്ട വാക്ക് പറഞ്ഞ ഡേറ്റായിരുന്നു. വേണമെങ്കിൽ വേറൊരു വീട് നമുക്ക് ആരാധനയ്ക്ക് സൗകര്യത്തിന് കിട്ടുന്നവരെ അവർ താമസിക്കാൻ സമ്മതിക്കുമായിരുന്നു. നല്ലൊരു ഫാമിലിയാണ് ആ വീടിൻ്റെ ഉടമസ്ഥർ. പക്ഷെ നമ്മളൊരു വാക്ക് പറഞ്ഞു, നമ്മൾ നെന്മാറ തുടങ്ങിയിട്ടുള്ളൂ,
അവർ പറയുന്ന ഡേറ്റ് മാറാമെന്ന്. അപ്പോൾ അവർ ആവശ്യപ്പെട്ട ഡേറ്റ് എന്നോട് ചോദിച്ചു, മാറാൻ പറ്റുമെന്ന് ചോദിച്ചു. വേണമെങ്കിൽ നമുക്ക് വീട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 1 മാസം നീട്ടി ചോദിച്ച് തരുമായിരുന്നു, എനിക്ക് ഇന്നും ഉറപ്പുണ്ട് അന്നും ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞങ്ങൾ മാറിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട് മാറേണ്ട ദിവസം വന്നപ്പോൾ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചു. എന്തെങ്കിലും ഒരു അത്ഭുതം ദൈവം ചെയ്യും, അന്ന് മറ്റൊരു വീട് അല്ലെങ്കിൽ മറ്റൊരു സൗകര്യം ദൈവം ഒരുക്കി തരുമെന്ന് പറഞ്ഞു. പക്ഷെ അത് സംഭവിച്ചില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ ഈ ചർച്ചിലേക്ക് വരുന്ന വഴിയിൽ അളൂശ്യം സ്ഥലമുണ്ട്. അവിടെ ഒരു വീടിൻ്റെ വരാന്തയിൽ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. അവരെ വരാന്തയിൽ ഏകദേശം 1 മാസത്തിൽ കൂടുതൽ താമസിക്കേണ്ടി വന്നു. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ വഴി പോകുന്ന വഴിയിൽ സൈഡിലൊക്കെ ഭിക്ഷക്കാർ കിടക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ ഓർക്കും, ഞാനും ഭാര്യ 2 കുഞ്ഞുങ്ങളും. അത് മഴ പെയ്ത നേരെ ഇങ്ങനെ അത് വീഴാതിരിക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വാങ്ങിച്ച് പുതയ്ക്കും. അപ്പോൾ മഴവെള്ളം വീഴുമ്പോൾ 2 സൈഡിൽ കൂടെ ഒഴുകി പോകും. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വഴി കിടക്കുന്ന ആളുകളോട് ഒരു പ്രത്യേക മനസ്സലിവ് എവിടെയോ കയറി അന്ന്. എന്നുവെച്ചാൽ അവരെല്ലാം ഇങ്ങനെ ആകാൻ പാടില്ലാത്തവരായിരുന്നല്ലോ. അപ്പോൾ അത്രയും മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന പരിതാപകരമായ അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ തെരുവിലോ അല്ലെങ്കിൽ അതിന് സമാനമായ സ്ഥലങ്ങളോ കിടക്കേണ്ടി വരുന്നു എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. അത് എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ചൊരു വിഷയമാണ്. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ സാന്ത്വനം എന്നുള്ളൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതാണ് പാസ്റ്ററെ. അങ്ങനെ അത് ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തനത്തോടെ ബന്ധപ്പെട്ട് MLA വിളിച്ച്, അന്നത്തെ MLA വിളിച്ച്, നെന്മാറ MLA വിളിച്ച് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആരംഭിച്ചു. ഇത് നമുക്ക് കിട്ടിയ അനുഭവമാണ്. ഒരു വലിയ പ്രസംഗത്തേക്കാൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞൊരു വലിയ ആരാധനയേക്കാളൊക്കെ നല്ലതാണ്, കൺവെൻഷനേക്കാൾ നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമോ താമസ സൗകര്യമോ ചികിത്സയോ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നൊരു ഭാഗ്യമാണെന്ന് തോന്നി. കാരണം അത് നമ്മൾ ഈ വഴി കിടന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസാണ്. ഇപ്പോൾ ഇവിടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം വഴി കിടന്ന് അല്ലെങ്കിൽ വഴിയിൽ അലയുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ആശ്രയിച്ച് ചെല്ലുന്ന പ്രായമുള്ള എല്ലാവരെയും ഈ ചർച്ചിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അവർ കൊണ്ടുവന്ന് വെക്കാം. അത് സമയം നോക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ ഉള്ളവർക്ക് കൊണ്ടുവരാം. ഞങ്ങളിവിടെ താമസിപ്പിക്കും, ഭക്ഷണം കൊടുക്കും. ആശുപത്രി കൊണ്ടുപോകേണ്ടതാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകും. നമ്മളെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന പോലെ ചെയ്യും. അതിനുശേഷം അവരുടെ ആളുകൾ വരുമ്പോൾ തിരിച്ചവർക്ക് എന്ത് ചെയ്യും, കൊണ്ടുപോവുകയും ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ ഈ പ്രായമുള്ള ആളുകളെ മാത്രം ഇടയ്ക്ക് വിളിച്ചു വരുത്തും ഇവിടെ. അത് ഈ ചർച്ചിലെ 70 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വീടുകളുടെ തൊട്ടടുത്തുള്ള പ്രായമുള്ള ആളുകളെ വിളിച്ചു കൊണ്ടുവരും. അപ്പോൾ ചിലപ്പോൾ 50 80 പേരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അവർക്ക് പറ്റുമെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് സമയം വ്യക്തിപരമായിട്ട് അവരോട് ചിലവഴിക്കാനായിട്ട് ആളുകളെ ക്രമീകരിക്കും. അപ്പോൾ അവർക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ വീട്ടിൽ അവർക്ക് അനുഭവിക്കുന്ന വേദനകളോ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് പറയാൻ പറ്റും. അത് ചിലപ്പോൾ ഞങ്ങൾ ജനമൈത്രി പോലീസുമായിട്ട് സഹകരിച്ച് പോലീസുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ആ വിഷയത്തിൽ ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. ആശുപത്രിയിൽ പോകേണ്ട കേസുകളാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു. അല്ല, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അതുവരെ ഉണ്ടാകുന്ന എല്ലാ ഭാരങ്ങളും അവർ ഷെയർ ചെയ്യും. അതിനുശേഷം മീറ്റിംഗ് കഴിയുമ്പോൾ അവർ തിരിച്ച് അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തു വരുന്നു. അതുകൊണ്ട് ആ വീടുകളായിട്ട് ചർച്ചിൻ്റെ ഒരു വല്ലാത്ത ബന്ധം കിട്ടും. അവരുടെ അമ്മയും അപ്പനും അവിടെ കൊണ്ടുവന്നു, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ അവരുടെ സമയം ചെലവഴിക്കുന്നു, അവരുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത് കേൾക്കാൻ ഞങ്ങളുണ്ട്. അതിന് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പരിഹാരങ്ങളാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ വീട്ടുകാർക്ക് ഒരു വലിയ ആശ്വാസം. അത് അവരുടെ മനസ്സിൻ്റെ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലമുണ്ടല്ലോ എന്ന്. പിന്നെ ജനമൈത്രി പോലീസ് ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടാണ്. അവർ പറയണം, നിങ്ങൾ എന്ത് വിഷയമുണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയണമെന്നില്ല, ഇവിടെ പറഞ്ഞാൽ മതി, അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അതൊരു ആശ്വാസം. പാസ്റ്റർ ശുശ്രൂഷയോടൊപ്പം തന്നെ ഈ പൊതുപ്രവർത്തനവും പാസ്റ്റർ കർത്താവിൻ്റെ ശുശ്രൂഷ നിലയിൽ കൊണ്ടുപോകുന്നല്ലേ? അതെ. എത്ര വർഷമായി ഈ ഒരു വൃദ്ധ പ്രായം ചെന്നവരെ സംരക്ഷിക്കുന്ന? അത് പ്രാരംഭ സമയങ്ങളിൽ തന്നെ ഈ പേഴുമ്പാലം നമ്മൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ അതിന് പേര് തന്നെ സ്വാതന്ത്ര്യം എന്നല്ലേ. അതായത് ചർച്ച് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇന്ന് വരെ നമ്മൾ ചെയ്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ചിനെ ഈ ഇവിടുത്തെ സമൂഹത്തിന് ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത ഒരു ഘടകമാക്കി നമ്മൾ മാറ്റി. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന അഡ്രസ്സിലേക്ക് പലർക്കും കയറി വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്തിനാ പെന്തക്കോസ്തുകാരെ ഹോളി പോയെന്ന് ചോദിക്കും. പക്ഷേ സ്വാതന്ത്ര്യത്തിലേക്ക് പോയത് എന്തിനാണെന്ന് ആരും ചോദിക്കത്തില്ല. അവിടെ ഒരു കെയറുണ്ട്, ഒരു അഭയമുണ്ട്. ഇവിടുത്തെ പഞ്ചായത്തിലെ പ്രസിഡൻറ്റ് ഈ അടുത്ത ദിവസം പ്രസിഡൻറ്റ് 2 വാർഡ് മെമ്പർ വന്ന് ഇവിടെ ഉള്ള വയസ്സായ പ്രായമായ അപ്പച്ചന്മാർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞാൽ ഏത് ആവശ്യത്തിനും നിങ്ങൾക്ക് ഞങ്ങളോട് എന്ത് ചെയ്യാം. അടുത്ത പഞ്ചായത്തിലെ പ്രസിഡൻ്റായാലും വാർഡ് മെമ്പേഴ്സായാലും പ്രത്യേകിച്ച് അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ നെന്മാറിലെ MLA അതെന്നൊക്കെ പറഞ്ഞ് ചർച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിക്കും. അദ്ദേഹം ചർച്ചുമായിട്ട് ബന്ധമില്ല, പക്ഷെ നമ്മുടെ ചർച്ചുമായിട്ട് അദ്ദേഹത്തിന്
ഒരു ബന്ധമുള്ളതുപോലെ ഈ ചർച്ച ഇവിടെ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയ പോലെ നമ്മളെ ഏത് വിഷയത്തിലും ഏത് സമയത്തും സഹകരിക്കാൻ തയ്യാറായ ഒരു ആളാണ് MLA. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ സഭയായിട്ട് ഒരു വിധത്തിൽ മറ്റു വിധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഏതൊരാവശ്യത്തിനും. അത് ഈ പൊതുരംഗത്ത് ഉള്ള പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയതാണ്. അതല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു അല്ലേ? അതെ. സത്യം പറഞ്ഞ സഭ എങ്ങനെ ആകണം അല്ലേ? ആർക്കൊരു എതിർപ്പുണ്ടാവും, സഭയെക്കുറിച്ച് എതിർപ്പില്ല. സഭ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആകാതെ ലോകത്തിലുള്ളവർക്ക് വെളിച്ചമാകണം അല്ലേ? പക്ഷേ ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഞങ്ങൾ ഈ പഞ്ചായത്തിലെ നെന്മാർ പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പോയി ക്ലീൻ ചെയ്യും. ഇവിടെ നിന്ന് 100 പേര് പോകും, യുവജനങ്ങൾ, PIP സഭയിൽ നിന്ന്. അപ്പോൾ പോലീസ് സ്റ്റേഷനൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ അവർ ജീപ്പിൽ ഇവിടെ കൊണ്ടുവന്നാക്കും. അവർ തന്നെ സ്റ്റേഷനിൽ തന്നെ ഭക്ഷണം ഒരുക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ക്ലീൻ ചെയ്യണമെങ്കിൽ വഴിയിൽ നിന്ന് ആരെങ്കിലും കണ്ടിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം സ്പോൺസർ ചെയ്യും. അപ്പോൾ അതിൻ്റെ കിട്ടുന്നൊരു സന്തോഷം ഈ ലോക്കൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ചെറുതല്ലാത്ത ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുളവാകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചിലെ യുവജനങ്ങൾ അല്ലെങ്കിൽ ചർച്ചിലെ അംഗങ്ങൾ ഈ സമൂഹത്തിനൊരു ആവശ്യ ഘടകമാണെന്ന്, അല്ലെങ്കിൽ മറ്റൊരാൾ വേറൊരു കാരണത്തിൻ്റെ പേരിൽ നമ്മളോട് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഈ സമൂഹത്തിൽ തന്നെ കുറേ അധികം ആളുകളെ ദൈവം സൂക്ഷിച്ചിട്ടുണ്ടായി. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. ചർച്ചിന് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ട കുറച്ച് ആളുകൾ എല്ലാ മേഖലകളും ഉണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്. സത്യമായി ഇത് എല്ലാ സഭകൾക്കും ആവശ്യമാണെങ്കിൽ ഈ പറഞ്ഞ ചർച്ചകൾക്ക് തന്നെ എതിർപ്പുകൾ ഒഴിവാകും. അതെ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിപ്പോയല്ലേ? ഒതുങ്ങിപ്പോയി നമ്മൾ വേർപാടിൻ്റെ ഒരു പേരുണ്ടല്ലോ നമുക്ക്. അതിനകത്ത് നമ്മൾ മറ്റുള്ളവർക്ക് അകറ്റി നിർത്തിയിട്ട് നമുക്ക് അവർക്കിപ്പോൾ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് ആളുകൾ കടന്നു വരാം. ഇവിടുത്തെ MLA ഈസി ആയിട്ട് കടന്നു വരും. ഇപ്പോൾ വിളിച്ചാൽ ഇപ്പോൾ കടന്നു വരും. ഏത് ആവശ്യമാണ്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ അവർക്ക് കയറി വെക്കാൻ സ്വാതന്ത്ര്യമല്ലേ. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ തന്നെ ബഡ്സ് സ്കൂളുണ്ട് ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക്. അത് നടത്തുന്നത് നമ്മുടെ ചർച്ചിനകത്താണ്, അല്ലെങ്കിൽ ചർച്ചിൻ്റെ കെയർ ഓഫിലാണ്, തുറന്നു കൊടുത്തേക്കാണ്. പിന്നെ സൗജന്യ തയ്യൽ ക്ലാസ് നടക്കുന്നു. അത് ഇവിടെയുള്ള ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് നടക്കുന്നത്. അതിന് അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ഒരു വിധത്തിൽ മറ്റു വിധത്തിൽ സമൂഹത്തിന് നമ്മളോടൊരു കടപ്പാടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിനൊരു ആവശ്യമുണ്ട്. പിന്നെ ഈ സഭയിൽ വരുന്ന ആളുകളെല്ലാം ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുകയാണ്. വേർപാടിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയും പേര് പറഞ്ഞ ഒരു സമൂഹത്തിനൊരു ഉപദ്രവകാരികളല്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദർശനം, ക്രിസ്തു ദർശനം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കയറി വരുന്ന സ്ഥലത്ത് നമുക്കൊരു കള്ള് ഷാപ്പുണ്ട്. വേറെ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. സാധാരണ നമ്മുടെ ആളുകൾക്ക് അതൊരു അലർജിയാണ്. പക്ഷെ നമ്മുടെ ഈ ചർച്ചിലേക്ക് വരാനുള്ള വഴി തെറ്റി ആരെങ്കിലും അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷാപ്പിലുള്ളവരെ ഇറങ്ങി പുറത്തേക്ക് വരും. അവർ ഡയറക്റ്റ് അല്ലേ? എന്നിട്ട് പറഞ്ഞിട്ട് അവരിറങ്ങി വന്നിട്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നിക്കും. ഇത്ര കെയർ അല്ലെങ്കിൽ ഇത്ര സ്നേഹം അവർക്ക് നമ്മുടെ ചർച്ചിനെ കുറിച്ചോ ഈ കള്ളു കുടിച്ച ആളുകൾക്ക് എന്തും പറയാമല്ലോ. പക്ഷെ അതിനകത്ത് ഇരുന്ന ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറയിപ്പിക്കത്തില്ല. കാരണം അവർ ഇവിടുത്തുകാരാണ്. അപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് വഴി ഇങ്ങനെ കാണിച്ചു ഇതിലേക്ക് കയറി പോയാൽ മതി. എന്നുവെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു പാസ്റ്ററായിട്ടാണ് അവർ നമ്മൾ അംഗീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെയുള്ള ആൾക്കാരുടെയും കൂടി ഒരു പാസ്റ്റർ, അത് സഭ, അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. വളരെ സന്തോഷം പാസ്റ്റർ, ഈ അനുഭവങ്ങൾ പാസ്റ്റർ പങ്കുവയ്ക്കുമ്പോൾ. അതുപോലെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ പാസ്റ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇത്രയും സജ്ജീകരണങ്ങൾ കൊണ്ടായിരുന്നു? പക്ഷേ ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഹോളിൽ ഈ പരിസരത്ത് കറണ്ട് ഇല്ലായിരുന്നു. 7 കൊല്ലത്തോളം ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല, വഴിയില്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. വെള്ളവും വഴിയും ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ ചൂട്, ഇപ്പം നമുക്ക് മരങ്ങളെല്ലാം അവിടെയാണ്, നമുക്ക് നോക്കി ചുറ്റും മരങ്ങളുണ്ട്. ഈ ചൂട് ഉള്ളപ്പോൾ പോലും ഇപ്പോഴത്തെ ചൂട് സഹിക്കാവുന്ന മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, എങ്കിൽ പോലും ഏപ്രിൽ മെയ് മാസങ്ങളിലെ ചൂട് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒത്തിരി അപ്പുറമാണ്. മുഴുവൻ പാറയാണ്. എന്നാൽ അതിൻ്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ ഒരു മരങ്ങളില്ല, ചുറ്റുപാടുകളിലൊന്നും വീടില്ല, ഈ ഒറ്റ വീടുള്ളൂ. ഈ സ്ഥലത്തെക്കുറിച്ച് എൻ്റെ അറിവ്, ഞാൻ കേട്ടറിവ് വെച്ചത്, മനുഷ്യർ ഇതിൽ രാത്രി സന്ധ്യയാകുമ്പോൾ മെയിൻ റോഡിലൂടെ പോകാൻ പേടിക്കുന്നുണ്ടാകും. കാരണം അനാഥശവങ്ങളെല്ലാം കൊണ്ടൊന്നും ഇടുന്നൊരു സ്ഥലമായിരുന്നു. അത്ര വിജനമായ ഒരു സ്ഥലം, ഭയപ്പെടുന്ന സ്ഥലമായിരുന്നു. അവിടെയാണ് ഏറ്റവും വില കുറഞ്ഞ് അന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് നമ്മളന്ന് പ്രിഫർ ചെയ്തത്. ഏറ്റവും വില കുറഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ അന്ന് കറണ്ടില്ല, വെള്ളമില്ല, വഴിയില്ല. അത് പിന്നീട് ഈ ആദ്യം ഒരു 20-10 ഒരു ഹോള് പണിതു. പിന്നീട് അത് 20-40 ഒരു ആസ്പെക്ട് ഷീറ്റാക്കി. പിന്നീട് 20-60 ഒരു ഓല ഷെഡാക്കി. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓരോ ഇത് കഴിയുമ്പോഴും ഇവിടം കൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ ഇത്ര ഉണ്ടാകത്തുള്ളൂ. പക്ഷേ പിന്നീട് ദൈവം ഇതിനെ ഗ്രാജുവലി കുറേശ്ശെ വളർത്താക്കി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഈ ഹോളിനകത്ത് ആരാധന നടത്തുവാൻ കർത്താവ് സഹായിച്ചത്. ഇപ്പോൾ ഫുൾ AC. അതാണ് ഇതിൻ്റെ ഏറ്റവും നമുക്ക് എടുത്തു പറയുന്നത്. കാരണം 7 കൊല്ലം കറണ്ടില്ല, കക്കൂസില്ല, കുളിമുറിയില്ല,
വെള്ളമില്ലാതെ തടഞ്ഞ സ്ഥലത്ത് ഇത്രയും സൗകര്യങ്ങൾ ദൈവത്തെ സംഭവിച്ചു. പ്രശ്നം വന്നിട്ടും ഇവിടെ ഉപേക്ഷിച്ചില്ല. ഉപേക്ഷിച്ച് പോകാനൊക്കെ തോന്നിയിട്ടുണ്ട് പാസ്റ്ററെ. പക്ഷേ ഈ ആരാധന തുടങ്ങിയ ദിവസം ഒരു വാക്യം പറഞ്ഞു, ആരാധന ഫസ്റ്റ് ഇവിടെ മരിച്ചടക്കുക അല്ലാതെ മടങ്ങി ഞാൻ പോകത്തില്ല എന്ന്. അത് ആദ്യത്തെ ഈ ഒന്നാം ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ മരിച്ച തന്നെ കുഴിച്ചു മൂടി അല്ലാതെ മടങ്ങി പോലെന്ന്. അപ്പോൾ ആ തീരുമാനം കേട്ടാൽ കുറച്ച് പേര് അന്നുണ്ട്. അന്നത്തെ വിശ്വാസികൾ ഇന്നും സഭയിലുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ എനിക്ക് നിൽക്കേണ്ട നിർബന്ധിതനാണ് ഞാൻ. അതുകൊണ്ട് വീട്ടിലാരും വിശ്വാസത്തിലില്ല, വൈഫ് ഹൗസിലാരും വിശ്വാസമില്ല. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ്. അതിൻ്റെയും കൂടി വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരിറങ്ങിയിട്ട് എന്താകും. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മനോഹരമായ ചർച്ച് എന്ന് വേണമെങ്കിൽ ദൈവസന്നിധിയിൽ പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായിട്ടും ഇത് കേൾക്കുന്നവർക്ക് വളരെ അനുഗ്രഹമാണ് സന്ദേശം. ഇത്രയും പ്രശ്നങ്ങൾ മധ്യത്തിൽ ഇന്ന് കാണുന്ന ഒന്നും അല്ല യഥാർത്ഥം. അല്ലല്ലോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷേ നിൽക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലല്ലോ നമ്മൾ തുടങ്ങിയത്. ആമേൻ. ഇപ്പോൾ ഒരു സഭ കർത്താവ് പാസ്റ്റർ കൂടെ തുടങ്ങാൻ കൃപ ചെയ്തു. അതിനുശേഷം പാസ്റ്ററിൻ്റെ മിനിസ്ട്രിയിൽ കൂടി എത്ര സഭകൾ വേറെ സ്ഥലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്? പക്ഷേ നമ്മൾ ആദ്യം 100 ദിവസത്തെ ബൈബിൾ ക്ലാസ് വയ്ക്കും, 100 ദിവസത്തെ റെഗുലറായിട്ട്. അപ്പോൾ ഇവിടെയുള്ള വിശ്വാസികളിൽ പൂർണ്ണസമയം സുവിശേഷ വിലയ്ക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തവർക്കും വേണ്ടിയിട്ട് 100 ദിവസത്തെ റെഗുലർ ക്ലാസ്. അപ്പോൾ ഒരാഴ്ചയിൽ 5 അധ്യാപകർ, ഒരു ദിവസം ഒരു അധ്യാപകൻ വെച്ച് 5 പേർ. അപ്പോൾ ഇത് മറ്റുള്ള ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്ന അധ്യാപകർ വരുത്തി ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നു. ആ പഠിത്തം 100 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഏതെങ്കിലും ദൈവദാസന്മാരെ ക്ഷണിച്ച് അതിഥികളായി വരുത്തി അവർ ചോദിക്കും, നിങ്ങൾക്ക് പൂർണ്ണസമയം സുവിശേഷ വിലയ്ക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ, തിരുവചനം പഠിക്കാനായിട്ട് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പറയാൻ പറയും. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് സമർപ്പിക്കുന്നവരെ നമ്മൾ IPC ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അംഗീകാരമുള്ള ബൈബിൾ കോളേജിലേക്ക് അയക്കുകയും അവർ ദൈവവചനം 3 വർഷത്തെ പഠിത്തം പൂർത്തീകരിച്ച് ഈ ചർച്ചിൻ്റെ കീഴിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് തുടങ്ങിയ വർക്കുകളാണ്. ഇപ്പോൾ നമുക്ക് 17 വർക്കുണ്ട്. 17 സ്ഥലത്ത് വർക്കുണ്ട്. അവിടെ ഓരോ ശുശ്രൂഷമാർ കുടുംബമായിട്ട് താമസിച്ച് പ്രവർത്തിക്കുന്നു. കുടുംബമായിട്ട് താമസിച്ചു. ആമേൻ. ഇപ്പം പാസ്റ്ററിൻ്റെ ശുശ്രൂഷയിൽ തന്നെ എഴുന്നേറ്റിട്ടുള്ള എത്ര ശുശ്രൂഷകന്മാരുണ്ടാകും? 22 പേരുണ്ട്. സഹോദരന്മാരും ഉൾപ്പെടെ 22 പേര് പൂർണ്ണസമയ സുവിശേഷ വിലയ്ക്കുണ്ട്. ഗ്രേറ്റ്. പാസ്റ്ററിൻ്റെ ജീവിതം മുഴുവനും വിശ്വാസ ജീവിതമാണെന്ന പാസ്റ്ററിൻ്റെ സംസാരത്തിലൂടെ അറിയുന്നത്. നമുക്ക് ഈ വിശ്വാസം എങ്ങനെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ പാസ്റ്റർ അപ്ലൈ ചെയ്യുന്നത്? ഒന്ന്, ഈ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ താമസിച്ച് കുഴിക്കാല IPCയോടുള്ള ബന്ധത്തിലാണ്. കുഴിക്കാല IPC താമസിക്കുന്ന എലന്തൂരാണെങ്കിലും ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന കുഴിക്കാല IPCയിലാണ്. അവിടുത്തെ പ്രായമായ മാതാപിതാക്കൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അന്യഭാഷയിൽ നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം ആരെങ്കിലും അന്യഭാഷ പറയുന്നത് കേട്ടത് കൊണ്ടൊന്നുമില്ല. അവിടുത്തെ മാതാപിതാക്കളുടെ അനുഭവങ്ങൾ, അവരുടെ സാക്ഷ്യങ്ങൾ അതെന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ സേവിക സങ്കേതമുണ്ട് മെഴുവേലിയിൽ. അവിടുത്തെ അന്നമ്മ എന്ന് പറഞ്ഞൊരു അമ്മച്ചി, അവിടെയുള്ള സഹോദരിമാർ, ഇവരെല്ലാം നമുക്ക് പകർന്നു തന്ന കുറേ അറിവുകളുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരെ മുമ്പിലുണ്ടായിരുന്നൊരു തലമുറയുടെ, അവരുടെ കാലഘട്ടത്തെ, പിന്നെ അവർക്ക് സ്വയം അനുഭവങ്ങൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു വഴി ദൈവം എപ്പോഴും മാറ്റിയിട്ടുണ്ടോ. ആമേൻ. അപ്പോൾ അത് ചിലപ്പോഴെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ ഒരല്പം പ്രയാസം വരും ഇപ്പോൾ ഈ കാലഘട്ടം ആയതുകൊണ്ട്. പക്ഷേ വഴി ഉണ്ടായിരുന്നു തെളിവാണ് ഇന്നത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തുള്ള സഭകളുടെ വളർച്ച, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ദൈവസഭകളുടെ കാരണം. അന്ന് ഒന്നും കണ്ടിട്ടിറങ്ങാവുന്ന ഒന്നുമില്ലായിരുന്നു ഇതിനകത്ത്. എന്തെങ്കിലും പ്രതീക്ഷിച്ചിറങ്ങിയവരുമില്ല, ആഗ്രഹിച്ചിറങ്ങിയതില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇറങ്ങുകയാണെങ്കിൽ അവരെ പോലെ ഇറങ്ങണം. അപ്പോൾ ഇങ്ങോട്ടൊന്നും വേണ്ട എന്ന് അന്ന് തന്നെ തീരുമാനമെടുത്തു. ഇങ്ങോട്ടൊന്നും വേണ്ട, അങ്ങോട്ട് എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, മേടിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ല തോന്നിയിട്ടില്ല. അത് കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം എന്നാഗ്രഹിച്ച ഒരു സംഭവം എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ പ്രസംഗത്തിലും ഉണ്ടാവത്തില്ല, എൻ്റെ സാക്ഷ്യത്തിലും ഉണ്ടാവത്തില്ല. അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവിടെ എനിക്കൊരു വിജയമാണെന്ന് എൻ്റെ വിചാരം. അപ്പോൾ എല്ലാം കർത്താവ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. അപ്പോൾ അത് അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ ഒരു പ്രവൃത്തി എല്ലാ മേഖലകളിലും കാണാൻ പറ്റും. ചിലപ്പോൾ സ്വല്പം താമസം വന്നിട്ടുണ്ടാവും, പക്ഷേ പ്രവൃത്തി വെളിപ്പെടാണെങ്കിൽ ദൈവത്തിൻ്റേതായിരിക്കും. അപ്പോൾ അതെന്നെ വിശ്വാസം ഉറപ്പിച്ചു. അപ്പോൾ ആദ്യകാലം മുതൽ ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലം മുതൽ ഞാനത് തുടങ്ങി. ഇപ്പോൾ 25ാമത്തെ കൊല്ലവും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നത്. പാസ്റ്റർ, ഈ സ്ഥാപനങ്ങൾ നടത്തുവാൻ വേണ്ടി പ്രത്യേകിച്ച് വിദേശ വരുമാനങ്ങളൊന്നുമില്ല? ഒന്നുമില്ല പാസ്റ്റർ. വിദേശത്ത് നിന്ന് നമുക്കങ്ങനെ സ്പോൺസറില്ല. ഈ ചർച്ചിനോ സെൻറ്ററിനോ അങ്ങനെ സ്പോൺസറില്ല.
കുവൈറ്റ് IPC നിന്ന് എനിക്ക് തോന്നുന്നു 3 ദൈവദാസന്മാർക്ക് അത് അവരുടെ സെൻറ്ററിൻ്റെ അക്കൗണ്ടിലേക്ക് 3 ദിവസം സാമ്പത്തിക സഹായമുണ്ട്. അത് 3 സെൻറ്ററിലെ 3 ദൈവദാസന്മാർക്ക്. അതല്ലാതെ നെന്മാറ ഇന്ത്യ ബന്ധുക്കൂസ് ദൈവസഭയുടെ പേരിലോ സെൻറ്ററിൻ്റെ പേരിലോ ഒരു പണവരുമാനമോ ഇതില്ല. പിരിവ് എടുക്കാറില്ല, സംഭാവനയും ചോദിക്കാറില്ല. അതെല്ലാം ആദ്യ കാലഘട്ടം മുതൽ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന ഹൃദയത്തിൽ ആഗ്രഹിച്ചൊരു കാര്യം. കാരണം നമ്മുടെ പിതാക്കന്മാരെ നടത്തിയത് അന്ന് പിരിവോ സംഭാവന ചോദിക്കാവുന്ന സാഹചര്യങ്ങളില്ലായിരുന്നു എന്നുള്ള അറിവ് എനിക്കുണ്ട്. അത് സത്യത്തിൽ എനിക്ക് പ്രയോജനപ്പെട്ടു. കാരണം ആവശ്യം വരുമ്പോൾ ദൈവസന്നിധി തന്നെ ആശ്രയിക്കാനായിട്ട്. എങ്കിലും ദൈവം നന്മകളൊക്കെ ഈ ശുശ്രൂഷ തന്നെ ചെലവഴിച്ചിട്ടുണ്ടല്ലേ കംപ്ലീറ്റ്. ഞാൻ എൻ്റെ ചർച്ചിൻ്റെ അങ്ങനെ വേറെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ATM കാർഡിൻ്റെ പിൻ നമ്പർ അറിയാവുന്നതാണ് ഈ സഭയിലുള്ള മിക്കവാറും സഹോദരന്മാർ. എൻ്റെ ഫോണിൻ്റെ ലോക്ക് ഇടുന്നതും ഓപ്പൺ ചെയ്യുന്നത് അവരാണ്. എൻ്റെ ഇമെയിൽ അവർക്കറിയാം. എനിക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാനറിയാൻ പാടില്ല, എനിക്ക് കൊണ്ടുനടക്കാനും അറിയാൻ പാടില്ല. അപ്പോൾ അതല്ല, പിന്നെ ഈ എൻ്റെ 25 കൊല്ലത്തിനിടയ്ക്ക് ഇന്ന് വരെ സ്വോത്ര കാഴ്ചയുടെ പാത്രം എൻ്റെ വൈഫോ എൻ്റെ മക്കളെ തൊട്ടിട്ടില്ല, കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. അതെല്ലാം അപ്പോൾ അതെല്ലാം അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. ഞങ്ങൾക്ക് സഭയും ഞങ്ങളും വേറെ വേറെ ആയിട്ട് ചിന്തിച്ചിട്ടില്ല. ഞാൻ വന്നപ്പം തന്നെ പാസ്റ്ററെ ഇഷ്ടംപോലെ ചെറുപ്പക്കാർ ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തെ പോലെയാണ് എല്ലാവരും ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്താ അതിൻ്റെ അതിൻ്റെ കാര്യത്തിന് അവർക്ക് ഇപ്പോൾ സാധാരണയൊക്കെ നമ്മൾ വെക്കേഷൻ വരുമ്പോൾ എല്ലാവരും പരാതി പറഞ്ഞ അമ്മമാരാണ്. ഇവർ ചർച്ചിൽ വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിലേക്കല്ല വന്നെ, നേരെ ചർച്ചിലേക്കാണ് വന്നതെന്ന് പറയും. കാരണം അവർക്ക് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ്. അതായത് ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പിള്ളേർ ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് ഇവിടെ വരുമായിരുന്നു. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ആരാധനയ്ക്ക് വരിക. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ അതിന് സംഭവിച്ചു അവരെ സംബന്ധിച്ചോളം ഈ ചർച്ചിനെയൊക്കെ വലുതായിട്ട് വേറെ ഒന്നും അവർക്ക് ഇല്ല. അവരുടെ വീട് അല്ലെങ്കിൽ വീടിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ചർച്ചിലെ ഓരോരുത്തരെയാണ്, ചർച്ചിനെയാണ്. അതാണ് അതിൻ്റെ സത്യം. ആക്ച്വലി അങ്ങനെ ആയിത്തീരേണ്ട കാരണം എന്താ? കാരണം ഇവർക്ക് നമ്മളെ പഠിക്കാനായിട്ട് നമ്മളൊന്നും മറച്ചു വയ്ക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊടുക്കണം. നമ്മൾ ഏത് ആംഗിളിൽ നോക്കിയാലും, പ്രത്യേകിച്ച് ഇവർ എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കുന്നത്, ഒന്ന് നമ്മൾ പ്രസംഗിക്കും നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ടെന്ന് ഇവർ ശ്രദ്ധിക്കുന്നുണ്ടാകാം. 2 നമ്മൾ പണയിടപാടുകളിൽ വിശ്വസ്തരാണെന്ന് ഇവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഇവരെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഇവർക്ക് തുറന്ന പുസ്തകം പോലെ നമ്മുടെ ചർച്ചിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും എൻ്റെ ജീവിതവും അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അവരെ മറച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. കാരണം ഈ ചർച്ചിൻ്റെ മുതൽ എന്ന് പറഞ്ഞ ഈ കെട്ടിടമല്ലേ ഇവരല്ലേ, സകല വിശ്വാസികളല്ലേ. അപ്പോൾ അവരെ മറച്ചുകൊണ്ട് ചെയ്യുന്നതൊരു ഉചിതമല്ലാത്ത കാര്യമല്ലേ. ഇതിൻ്റെ വളർച്ചയിൽ അവർ സന്തോഷിക്കണമെങ്കിൽ അവർക്കും കൂടി ഒരു പങ്കാളിത്തമുണ്ട്, അവരുടെയും കൂടി ആവേണ്ട ചർച്ച്. അവരറിയാത്തതൊന്നും ചെയ്യത്തില്ല. ഇപ്പം എൻ്റെ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ വിശ്വാസമുള്ളവരാണ് കൂടുതലും സഭയിലെ യുവജനങ്ങൾ. അത് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഹിൽ ടോപ്പ് എന്നൊരു മിനിസ്ട്രി ഉണ്ട്, അത് ഈ ചർച്ചിൻ്റെ കീഴിൽ നടക്കുന്നതാണ്. അത് അത്രയും ആക്റ്റീവായിട്ട് പോകുന്നതിൻ്റെ കാരണം ഹിൽ ടോപ്പ് അതത്രയും ആക്റ്റീവായിട്ട് പോകുന്നതിൻ്റെ കാര്യം അത് ഈ ചർച്ചിലെ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ്. വളരെ ഇവിടെയുള്ള ഇവിടുത്തെ ഇത്രയും ആൾക്കാർ മുഴുവനും പാസ്റ്റർ മിനിസ്ട്രിയിൽ വന്നവരെ മാത്രമാണ്, പുറത്തുനിന്ന് ആരുമല്ല. ഇത് ഞാൻ എൻ്റെ ഈ സഭയിലെ വിശ്വാസികളുടെ വീട് വിസിറ്റ് ചെയ്യാറില്ല. അപ്പോൾ എന്നെക്കുറിച്ച് അങ്ങനെ പരാതി പറഞ്ഞാൽ വിജയിക്കത്തില്ല. ഞാൻ മറ്റൊരു സഭയിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു സഭയിലെ വിശ്വാസിയുടെ അടുത്ത് പോവുകയോ ചെയ്യത്തില്ല. എൻ്റെ വിശ്വാസിയുടെ അടുത്ത് ആയിട്ടല്ല. പിന്നെ ഇവിടെ ഒരാൾ വരാതിരുന്ന് അന്വേഷിച്ചും പോകത്തില്ല. കാരണം ഇത് ചർച്ച് ദൈവത്തിൻ്റെ സഭയല്ലേ. ഇപ്പം ഞാൻ ആലോചിക്ക് തിരിച്ചു പോയില്ലോ. എനിക്ക് തിരിച്ചു പോകാനായിട്ട് എത്രയോ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പോയില്ല. എത്രയോ പ്രാവശ്യം പട്ടിണി കിടക്കുന്നു, അല്ലെങ്കിൽ എത്രയോ പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ വന്നു. എന്നൊക്കെ എനിക്ക് തിരിച്ചു പോയതല്ലോ. സംഘടന കൊണ്ടൊന്നും എന്നെ ആക്കിയതല്ലോ. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതാരും അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം തന്നുകൊണ്ടോ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നുകൊണ്ടൊന്നുമല്ല. അപ്പോൾ എന്നുള്ള സഭ എന്ന് പറയുന്നത് തിരിച്ചു പോകാനുള്ളതല്ല. പിന്നെ കൂട്ടിക്കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പോയ ആൾക്കാരെ അവർ പിന്നെയും പോകും. ദൈവം അയച്ചു നിൽക്കുമല്ലേ? ഉറപ്പല്ലേ. അതായത് വേരോടെ പിഴുതു പോകുന്ന കുറച്ച് പേരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. നമ്മളത് പിന്നെ രണ്ടാമത് നടേണ്ട ആവശ്യമില്ല. അതെ, കറക്റ്റ്. പക്ഷേ ഇന്ന് പല സഭകളിലും ഒരു വിശ്വാസി നിലനിർത്താൻ പാടുപെടുമ്പോൾ ഇവിടെ നമ്മൾ പോയാലും പാസ്റ്ററെ സഭയിലുള്ളവരെയൊക്കെ കൂടുതൽ സ്നേഹം എനിക്ക് അവരോട്. അതൊക്കെ അവർ പോയത് അവർക്കൊരു പ്രത്യേക കാരണം ഉണ്ടായിട്ടായിരിക്കും. അത് ചർച്ച എന്ന നിലയിൽ ബൈബിൾ എന്ന നിലയിൽ നമുക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. ചർച്ച എന്ന നിലയിലോ പാസ്റ്റർ എന്ന നിലയിലോ മാറ്റിക്കൊടുക്കാവുന്ന കാര്യം നമ്മൾ മാറ്റി കൊടുക്കണമല്ലോ. കറക്റ്റ്. അത് കൊടുത്തില്ല ഇവൻ ചർച്ചയായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുമോ? വലിയൊരു ചിന്ത പാസ്റ്ററെ, സത്യം. നമ്മളെങ്കിലും കഴിവില്ലെങ്കിലും നമ്മൾ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അവരെയൊക്കെ. ഉറപ്പായിട്ടും വലിയ പ്രശ്നങ്ങൾ തീരുന്നുണ്ട്. പിന്നെ അവർ പോയാലും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമല്ല അവർ. ഇന്നലെ ഒരു ഒരുമിച്ച് കത്തുമേശ എടുത്തല്ല. അവർ ചർച്ചിൽ വരാതിരിക്കുമ്പോൾ ഇല്ലാതെ പോകണമാണോ ഈ സ്നേഹവും ബന്ധമൊക്കെ? ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസം ചർച്ചയിൽ പ്രസംഗിച്ചു. ഈ ചർച്ച വരാത്ത 2 സഹോദരന്മാരുണ്ട്. ഇപ്പോൾ അവർ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ ഇളയ മോളുടെ കല്യാണാലോചനയ്ക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിൽ
ഞാൻ ഇവരെ കൊണ്ടുപോകത്തുള്ളൂ. ചർച്ചിൽ വരുന്നവരല്ല അവർ. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം അവർ, അത് അവർക്കും അറിയാം. അങ്ങനെ അവർ സ്നേഹിക്കുന്നതിന് എനിക്ക് തടസ്സം തോന്നിയിട്ടില്ല, എൻ്റെ കുടുംബത്തിന് തടസ്സമല്ല, സഭയ്ക്ക് തടസ്സമല്ല. കാരണം ഈ ചർച്ചിൻ്റെ ആരംഭഘട്ടങ്ങളിൽ അതുപോലെ നിന്നിട്ടുള്ളവരാണ്. അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടാവും. അത് ചർച്ച എന്ന നിലയിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ എനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ചർച്ചല്ലായി പോകുമല്ലോ. ഓരോ ആളുകളുടെ ഇഷ്ടത്തിനും മാറ്റേണ്ടി വരില്ലേ? അങ്ങനെ മാറ്റി ചർച്ച നിലനിർത്തുമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ആ കാര്യത്തിൽ മാത്രം എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. പക്ഷേ അവരെ സ്നേഹിക്കുന്നതിന്, അവർ ചർച്ച വരാതിരിക്കുന്നതിന് എനിക്ക് ഇതുവരെയും തടസ്സമായിട്ടില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും അവർ. അതൊരു സംശയമില്ല പാസ്റ്റർ, അത് ഹൃദയത്തിൽ തന്നെ ഞാൻ പറയുന്നതാണ്. ആമേൻ. ദാറ്റ്സ് ഗ്രേറ്റ് പാസ്റ്റർ. സന്തോഷം പാസ്റ്ററിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിൽ. നിശ്ചയമായിട്ടും ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ പല പാരമ്പര്യ ചിന്തകൾ വരെ നമ്മൾ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പാസ്റ്ററിൻ്റെ ലൈഫിൽ ഉടനീളം ഫുൾ മിറാക്കിൾസ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ ആക്ച്വലി ഞാനിപ്പം ചിന്തിക്കുന്നത് പാസ്റ്ററിനോട് അല്പം സംസാരിച്ചപ്പം തന്നെ ഒത്തിരി പേരുടെ രോഗസൗഖ്യത്തിൽ കൂടെയും അതുപോലെ അത്ഭുതങ്ങൾ കണ്ടാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്ത്യാനികളല്ല, ജാതികളിൽപ്പെട്ട ധാരാളം ആൾക്കാരാണ് വരുന്നത്, അല്ലേ പാസ്റ്ററെ? ഈ അടുത്ത കാലത്ത് എങ്ങാനും നടന്ന ചില അത്ഭുതങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാമോ? ഫസ്റ്റ് ഇത് അത്ഭുതങ്ങൾ ഞാൻ നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന ആദ്യകാലം മുതൽ 7 ദിവസം 21 ദിവസമൊക്കെ ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നതേ ഉള്ളൂ, അതിനകത്ത് അതിശയോക്തികളില്ല. അപ്പോൾ കയ്യും കാലും കെട്ടിക്കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, അത് ജീപ്പിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അവർ ഇവിടെ ഈ കോമ്പൗണ്ടിൽ കയറുമ്പോൾ തന്നെ സൗഖ്യമാകുന്നു. നമ്മൾ പ്രത്യേകിച്ച് പോയി പ്രാർത്ഥിക്കേണ്ടി പോലും വന്നിട്ടില്ല. അപ്പോൾ വർഷങ്ങളോളം കയ്യും കാലും കെട്ടി നാട്ടിലെല്ലാവർക്കും അറിയാം, പല മന്ത്രവാദികളുടെ അടുത്തും പല ഹോസ്പിറ്റലിലും പല പുണ്യസ്ഥലങ്ങളിലും പോയിട്ട് പരിഹാരമില്ലാത്ത ആളവിടെ കൊണ്ടുവന്ന ഈ സ്പോട്ടിൽ ഒരു ആൾ സൗഖ്യമായിക്കോളും. ഈ റോഡിൻ്റെ, നമ്മുടെ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഈ ചർച്ചിൻ്റെ കോമ്പൗണ്ടിലേക്ക് തിരിയുമ്പോൾ ആൾക്കാർ പറയും ഇനി അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഈ വിശ്വാസികളല്ലാത്ത ആളുകളായിരിക്കും വണ്ടികളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്തോ ഒരു ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുവരെ ഉണ്ടാതിരുന്ന ഒരു മാനസിക രോഗി അല്ലെങ്കിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരാൾ പറയാണ് എനിക്ക് അങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല, വരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നമ്മുടെ ഈ കോമ്പൗണ്ടും പരിസരമെല്ലാം ഒരു ദൈവാധീനം അല്ലെങ്കിൽ ദൂതന്മാരുടെ പരിപാലനം അല്ലെങ്കിൽ പരിശുദ്ധാത്മയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ് അത്ഭുതങ്ങൾ. അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ കാത്തു നിൽക്കാറില്ല. ജീവിതത്തിൽ എന്ത് കൊച്ചു കാര്യമായാലും വലിയ കാര്യമാണെങ്കിലും ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് നടന്നാലും അത് അത്ഭുതമായിരിക്കും. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം പൈസ കൊണ്ട് പരിഹരിക്കുന്നു, വേറൊരു കാര്യം പോലീസുകാരെ വിളിച്ച് സംസാരിച്ച് പരിഹരിക്കുന്നു, മറ്റൊരു കാര്യം രാഷ്ട്രീയക്കാരെ വിളിച്ച് പരിഹരിക്കുന്നു. അങ്ങനെ ചെയ്യാറില്ല. ഏത് കാര്യം വരുമ്പോഴും ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് ഇവിടെ പ്രവർത്തിച്ചേ മതിയാവും. ഭൂരിഭാഗം വിശ്വാസികളും ഇതുപോലെ അത്ഭുത വിടുതലിൻ്റെ അല്ലെങ്കിൽ അത്ഭുത സാക്ഷികളായിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത കാലത്ത് നടന്ന ഏതെങ്കിലും അത്ഭുതങ്ങളെ കുറിച്ച് പറയാമോ? അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ഇപ്പോൾ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞൊരു സൗരം കിടപ്പുണ്ട്. അദ്ദേഹത്തിന് 4 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പ് ഒരു കാലിന് ഒരു ആക്സിഡൻ്റായി, കാലിങ്ങനെ ഒടിഞ്ഞു പോയിട്ട് അവരിങ്ങനെ റോഡിട്ട് അതിനെ സ്ക്രൂ ചെയ്തു. അപ്പോൾ അത് 3 മാസത്തിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു അത് റിമൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അത് റിമൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വന്നു, വെന്റിലേറ്ററിലാക്കി. പിന്നെ നമുക്ക് കിട്ടുന്ന ന്യൂസ് ഇനി രക്ഷപ്പെട്ടു പോരാണ്ട് യാതൊരു സാധ്യതയില്ല. ഡോക്ടർമാർ പറഞ്ഞു, അവരുടെ വീട്ടുകാരെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, നമ്മളിത് അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് സംഭവിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിന് പെട്ടെന്ന് ആടി വലഞ്ഞൊരു സമയമാണ്. അപ്പം ഞാൻ എന്നെ കേൾക്കുന്ന കേൾവിക്കാരോടായിട്ട് പറയും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പ് കിട്ടുന്നൊരു കോൺഫിഡൻസ്, അതായത് വെളിപ്പാടോ ദർശനമൊന്നും എനിക്കറിയില്ല, സഭയ്ക്ക് ഇടർച്ച വരുത്തിയിട്ടില്ലാത്ത ആളുകൾ, ദ്രവ്യാഗ്രഹികളല്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ അഹങ്കാരികളല്ലാത്ത ആളുകൾ, മറ്റുള്ളവരെ തെറ്റിക്കാത്ത ആളുകൾ, തെറ്റുപറ്റുന്ന ആളുകളുടെ കാര്യമല്ല, തെറ്റിക്കാത്ത ഇങ്ങനത്തെ ഒരു വിശേഷ ഗുണം ഉള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് അസാധാരണ ധൈര്യമാണ്. അതായത് മരണത്തിൽ നിന്ന് പോലും അവരെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് എനിക്ക് ധൈര്യമുണ്ട്. കാരണം ദൈവത്തിന് അവരെ ഇഷ്ടമാണ്. കാരണം അവരാരും തെറ്റിക്കാൻ നിന്നിട്ടില്ല, അവരാർക്കും ഇടർച്ച നിന്നിട്ടില്ല, അവർ ദ്രവ്യാഗ്രഹികളല്ല, അവർ അഹങ്കാരികളല്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്കിത് ഉറപ്പ് വരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം എന്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥന വിഷയം വരുമ്പോൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. പ്രാർത്ഥിക്കുന്നത് വരും കുഴപ്പമില്ല, പക്ഷേ ദൈവം മറുപടി കൊടുക്കുന്നതിന് അതിനൊരു അർഹത നമുക്കുണ്ടാകണമെന്ന് ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പൻ ചേട്ടനെ സംബന്ധിച്ചോളം വലിയ ഭക്തിയൊന്നും ഇവിടെ അവകാശപ്പെട്ടല്ല. പേരെന്താ പാസ്റ്റർ? ഗുരുവായൂരപ്പൻ. കിടക്കുന്നു ആളുടെ പേര്. അവസാനം 2 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞു, ഈ പെയിൻ
പെയിൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് ബോഡി റിയാക്ട് ചെയ്യേണ്ടി തോന്നുന്നു. ആ ഒറ്റ വാക്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്ത് വന്നു. അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്, ഇപ്പോൾ ലൈവായിട്ട് നടക്കുന്ന കാര്യം, മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അവിടുത്തെ തൃശ്ശൂർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും. അങ്ങനെ പരസ്യമായിട്ട് ഞാൻ പറയാൻ ധൈര്യപ്പെടുന്നതിൻ്റെ കാരണം അവർക്ക് പോലും പ്രതീക്ഷ അസ്തമിച്ച ആ വിഷയത്തിൽ ദൈവം ഇറങ്ങി വെൻറ്റിലേറ്ററിൽ വന്ന് വിടുവിച്ചെടുത്ത വിഷയമാണ്. അതിപ്പോഴും ലൈവായിട്ട് നടക്കുന്നു. പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു വിഷയം ഇതുപോലെ ദൈവനിയോഗം തന്നാൽ പാസ്റ്റർ സഭയായിട്ടത് ഏറ്റെടുത്ത് അല്പം നടക്കുന്നവരെ പ്രാർത്ഥിക്കുമോ? അല്ലല്ല, നമ്മളത് മുൻകൂട്ടി പറയും ഇത് വിടുതലുണ്ടെന്ന്. അത് പരസ്യമായിട്ട് സ്റ്റേജിൽ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. അത് പറഞ്ഞ പിന്നെ അത് പ്രവാചകനല്ല, പക്ഷെ ആ പറഞ്ഞത് നടക്കും. അത് ദൈവം നമ്മളോട് നീതി കാണിക്കുന്നു. നമ്മൾ പറഞ്ഞ വാക്കിനെ ദൈവം അങ്ങ് അംഗീകരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, മരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ദൈവ ആത്മാവിന് ഒരു വെളിപ്പാട് കാണിച്ചു. ഞായറാഴ്ച വെളിപ്പാട് കാണിച്ചിട്ട് ഞാൻ വെളിപ്പാടിൻ്റെ അനുസരിച്ച് ഇവിടെ ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് സഭ കണ്ടു, പൊതുസഭ കണ്ട്. അത് പറഞ്ഞു ഇപ്പോൾ വെൻറ്റിലേറ്ററിൽ ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ധൈര്യം നമുക്ക് ദൈവം തരും. അത് ദൈവം അങ്ങ് അംഗീകരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ അത് നടക്കേണ്ട കാര്യങ്ങളായിരിക്കണമെന്നില്ല. സഭയുടെ ശുശ്രൂഷ എന്നല്ലേ ഞാൻ പറഞ്ഞു പോയല്ലോ. അപ്പോൾ അത് നിവൃത്തിയാക്കേണ്ടത് സഭയുടെ ആവശ്യമായിട്ട് ദൈവം പരിഗണിക്കുന്നുണ്ടാവും. മറ്റൊരു കാര്യം, എൻ്റെ ബലാത്കാരികൾ ദൈവരാജ്യത്തെ അവകാശമാക്കുമല്ലേ? ഇതൊക്കെ ദൈവരാജ്യത്ത് നടക്കേണ്ട കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും ഭാഷ ഇത് നടക്കുമ്പോഴാണ് ഈ ആളുകൾ ആട്ടിൻകൂട്ടം പോലെയാണ് കയറി വരുന്നത്. ഇപ്പോൾ ഈ ആഴ്ചയിൽ ഒരു മറ്റ് ക്രിസ്തീയ സമുദായത്തിന്, ക്രിസ്തീയ സംഘടനകൾക്ക് ഭയങ്കര എതിര് നിൽക്കുന്ന ഒരു സംഘടന, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഞായറാഴ്ച പുതുതായിട്ട് വന്ന് എൻ്റെ കാലത്തൊട്ട് മീൻസ് അവർക്കറിയത്തില്ല. ഞാൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഇനി മുതൽ ഞാൻ ഈ ചർച്ചിൽ അംഗമായിട്ട് എന്ത് ചെയ്യും, തുടരും. അപ്പോൾ അങ്ങനെ പറയുന്നത് ഈ വെന്റിലേറ്ററിൽ കിടന്ന ആൾ പുറത്തു വരുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ്. തീർച്ചയായിട്ടും. കാരണം അതങ്ങനെ സ്വാധീനിക്കപ്പെടുന്നതല്ല നമ്മുടെ ഇന്ന്. അതുപോലെ ദൈവം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം പാസ്റ്റർ സംസാരിച്ചിരുന്നാൽ നമുക്ക് ഒത്തിരി ഉണ്ട്, പക്ഷെ നമുക്ക് സമയം വളരെ ചുരുക്കമായതുകൊണ്ട്. അപ്പോൾ പാസ്റ്ററിൻ്റെ ഫാമിലിയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഭാര്യ, എത്ര മക്കളുണ്ട്, അവരെന്ത് ചെയ്യുന്നു, ഒന്ന് സംസാരിക്കാമോ? വൈഫ് വിശ്വാസത്തിൽ, ഞങ്ങൾ രണ്ടുപേരും വിശ്വാസത്തിലല്ലായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ. അതിനുശേഷം ഞാൻ വിശ്വാസത്തിൽ വന്ന് ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വൈഫ് വിശ്വാസത്തിൽ വന്നത്. പത്തനാപുരത്തെ EC ജോർജ് പാസ്റ്ററാണ് സ്ഥാനപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് ഇവൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയുടെ റോളാണ്. ചർച്ചിലെ പാസ്റ്ററുടെ റോൾ എന്നുള്ളതിനേക്കാൾ ഉപരി പ്രാർത്ഥനാ റോൾ. അപ്പോൾ എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ആര് ചോദിച്ചാലും അവർ പറയും ആൻറ്റി എന്ന് പറയും. അത് ഇവിടെയുള്ള ശുശ്രൂഷകന്മാരായാലും വിശ്വാസികളായാലും ആൻറ്റിയിലും. അപ്പോൾ തന്നെ ഒരു പാസ്റ്ററുടെ ഭാര്യയുടെ റോളിലേക്ക് വരികയും ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ മുൻനിരയിലില്ല. എപ്പോഴും ഈ തിരശ്ശീലയുടെ പുറകിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആ കൂട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ആലീസിൻ്റെ സ്പേസ് ഉണ്ട്. അതായത് ആർക്കെങ്കിലും ഒരാൾക്ക് പോലും ഇഷ്ടക്കുറവ് വരത്തില്ല ഈ മുൻനിരയിൽ വരാതിരിക്കുന്നതും പിന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി പ്രാർത്ഥനയാണെന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ട്. അപ്പോൾ പലപ്പോഴും പാതിരാത്രിക്ക് ഏത് സമയത്തും ഒരു വിഷയം പ്രാർത്ഥിച്ച് വാങ്ങും എന്നൊരു ഉറപ്പ് ഉള്ളിലുണ്ട്, ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചർച്ചിലെ എല്ലാവർക്കും ഒരുപോലെ ബോധ്യമുള്ള കാര്യമാണ്. ആലീസും പ്രാർത്ഥനയും പ്രാർത്ഥന ജീവിതം, അതുപോലെ തന്നെ ഇങ്ങനെ മുൻനിരയിൽ വരില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആലീസും പ്രാർത്ഥനയും പ്രാർത്ഥന ജീവിതവും കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ മക്കൾ 2 പേര്, ആ കൊച്ചുങ്ങൾ 2 പേരും, മൂത്ത മോള് 6.5 വയസ്സ്, ഇളയ നമുക്ക് 1 വയസ്സുള്ളപ്പോൾ വന്നത്. ശരിക്കും അവരൊത്തിരി വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. ഞങ്ങൾ സുവിശേഷ വിലയ്ക്ക് സമർപ്പണം ഉള്ളവരാണ്, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിച്ചവരാണ്. മൂത്ത മോൾ ഒരിക്കലും കവിത എഴുതി പണ്ട്. അത് പപ്പയും അമ്മയ്ക്ക് നല്ലൊരു പ്രകാശം ലഭിച്ചു. ഇംഗ്ലീഷ് സ്റ്റോറി എഴുതി. അതിൻ്റെ പുറകെ അവർ പോയപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കുറച്ച് സ്വപ്നങ്ങളുണ്ട്, ഞങ്ങൾക്കൊരു ഭാവിയുണ്ട്, അതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു, ഇല്ലാതെയായി പോകുന്നൊരു ഇംഗ്ലീഷ് സ്റ്റോറി. അപ്പോൾ ഇത് വായിച്ച ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിം ഫാസ്റ്റർ എത്ര വയസ്സിലാണ്? 7 വയസ്സിൽ 7 വയസ്സല്ലേ 7 വയസ്സിൽ. അത് ജിം ഫാസ്റ്റർ ഇവളുടെ കൊച്ചിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്, നിങ്ങളിങ്ങനെ വിശ്വാസത്തിൽ പോയേക്കണം ഇതിനകത്ത്. 7 വയസ്സല്ല, അതിൽ കൂടുതൽ അല്ലേ, 7 പഠിക്കുമ്പോഴാണ് തോന്നുന്നത്. 7 പഠിക്കുമ്പോഴാണ്, 12 വയസ്സിലായിട്ട് അവർ സ്കൂൾ 5 പഠിക്കുമ്പോൾ അവർ ടീച്ചർമാർ നിങ്ങൾക്ക് അവർക്ക് വിഷമമുണ്ട്. പക്ഷേ ഇപ്പോൾ മോള് MBBS ഡോക്ടറാണ്. ഈ നെന്മാറ ഹോസ്പിറ്റൽ ഡോക്ടറായിരുന്നു. അവളിപ്പോൾ വിവാഹം കഴിച്ചത് UK ബർമിംഗ്ഹാം എന്ന് പറഞ്ഞൊരു സഭയിലെ വിശ്വാസിയാണ്. അവരുടെ ജോമിന്ന് മോൻ വിവാഹം കഴിച്ചു. പപ്പ, മമ്മി, അനുജൻ ജോമിയോ, അനിയൻ്റെ വൈഫ് ജൂലി, കുഞ്ഞ്, അവരൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ താമസിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചർച്ചിനകത്ത് ഇപ്പോൾ ഇവളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും, ഈ ബർമിംഗ്ഹാം ചർച്ചിനകത്ത്. അപ്പോൾ ഇവളെ
ദൈവം മിനിസ്ട്രിക്കായിട്ട് കണ്ട പിന്നീട് 101% വിശ്വസ്തത ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് നമുക്ക് എനിക്കൊരു അഭിമാനമാണ്. അവിടെ എടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇവളോട് ദൂത് പറഞ്ഞത്ര ഇങ്ങനെ ഹോസ്പിറ്റൽ ബന്ധപ്പെട്ട ജോലിയെന്ന്. അപ്പോൾ ഇവളത് തന്നെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നഴ്സായിരിക്കും, ഹോസ്പിറ്റലിൽ ജോലി നഴ്സായിരിക്കുമല്ലോ, നമുക്കതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവളുടെ +2 കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ₹1 ജീവിതത്തിൽ ഒരിക്കലും സൂക്ഷിക്കാറില്ല. തെറ്റായി ഒന്നും ധരിക്കേണ്ട, ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്ന ശീലമില്ല. എൻ്റെ സഭയിലെ വിശ്വാസികൾക്ക് അതറിയാം. അപ്പോൾ ഒരു +2 കഴിഞ്ഞൊരു കൊച്ചിനെ എവിടെ പഠിപ്പിക്കുമെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറഞ്ഞ. അപ്പം ഞാൻ മോളും കൂടി ഞങ്ങൾ ഈ കുമ്പനാട് സെൻറ്ററിൽ ജോമോൻ ബ്ലസ് എന്നൊരു പാസ്റ്ററും വരുന്നുണ്ട്. അവരിപ്പോൾ അവിടെയാണ്, നമ്മുടെ ഗിൽഗാൽ ആശ്വാസഭവനിലുണ്ടായിരുന്നു. അവരിപ്പോൾ ആഫ്രിക്കയിലാണ്. അവർ തട്ടേക്കാട് ചർച്ചിനകത്ത് ശുശ്രൂഷയിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മിനിസ്ട്രിക്ക് പോയി. അപ്പോൾ മോളെ കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് മക്കളില്ല. മിനിസ്ട്രി കഴിഞ്ഞപ്പോൾ ഈ അവിടുത്തെ പാസ്റ്ററുടെ വൈഫ്, അതായത് ജോമോൻ പാസ്റ്ററുടെ വൈഫ് ബ്ലസ്സി വെച്ചു, എന്നാ മോനെ ആഗ്രഹം ഇങ്ങനെയൊക്കെ അവളോട് പെട്ടെന്ന് ഇഷ്ടം വന്നു. ഇനി ആൻറ്റി ഒന്ന് പറ ആൻറ്റി, പപ്പോട് പറഞ്ഞ് എന്നെ മെഡിസിന് വിടാനായിട്ട്. അപ്പം ഞാൻ ബ്ലസ് ഞാൻ പാഷ അവൾക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ എങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിന്നൊരു പയ്യൻ ഇങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, ചൈനയിൽ പോയി പഠിച്ചെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങളത് ക്രമീകരിച്ചു, ഇവൾക്കുള്ള ദൈവനിയോഗമായതുകൊണ്ട്. അതിനുശേഷം ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ മെഡിസിൻ തന്നെ പോകണമെന്ന് നിർബന്ധ ബുദ്ധി എന്നോട് പറയാൻ ആഗ്രഹം. അപ്പോൾ പറഞ്ഞു, പപ്പ പ്രസംഗിക്കുമ്പോൾ ലാസർ മരിച്ചോടത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പ വിചാരിച്ചാൽ, അപ്പോൾ അവളുടെ കൂടെ പഠിച്ചൊരു കൊച്ചു കോളഞ്ചേരി മെഡിക്കൽ കോളേജിൽ 60 ലക്ഷം കൊടുത്ത കിടക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ 60 ലക്ഷം നമ്മൾ വിചാരിച്ച് ഈസി ആയിട്ട് നടക്കുമെന്ന് വിചാരിക്കാം. അല്ലാണ്ട് ഈ ചൈനയിലെ പരിപാടി നമുക്കറിയത്തില്ല. 60 ലക്ഷം എന്ന് വെച്ചാൽ പപ്പ വിചാരിച്ച് ഈസി ആയിട്ട് നടക്കും. കാരണം ലാസർ പുറത്ത് വരും. പക്ഷേ അതെ, ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോൾ ലാസർ ഇവിടെ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നുണ്ട് ബാക്കിയൊക്കെ വെച്ചിട്ട്. ഇവിടുത്തെ ഉള്ളവരുടെ സാക്ഷ്യം കേട്ടുകഴിഞ്ഞാൽ പിന്നെ സാക്ഷ്യം പറയത്തില്ല. ഇവിടെ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ഈ ഞായറാഴ്ച എല്ലാത്തിനും മുമ്പത്തെ ഞായറാഴ്ച ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. എന്നിട്ട് ഭർത്താവിനോട് വന്നേക്കണേ ഇവിടെ. അത് കോവിഡ് പോസിറ്റീവായിട്ട് ആൾ മരിച്ചുപോയി. അത് ശരിയാണ് സംഭവിച്ചത്. പക്ഷേ തിരിച്ചെടുത്തവർ. അപ്പം അങ്ങനെയുള്ള ലൈവായിട്ട് നടക്കുന്ന ഒരു ചർച്ചയാണ്. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പം മോള് പറഞ്ഞത് അതൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു എൻ്റെ സെൻറ്ററിൻ്റെ സെക്രട്ടറി ഉണ്ട്, BV ബേബി എന്ന്. അദ്ദേഹം പറഞ്ഞ്, ഞാൻ മെസ്സേജ് പറഞ്ഞപ്പോൾ ചെങ്കടൽ ഇങ്ങനെ 2ആയിട്ട് മാറിപ്പോണോട്ട് തോന്നിയിരുന്നു. ഭയങ്കര കടമാണ്, ആത്മഹത്യ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ഈ മെസ്സേജ്. പുള്ളിപ്പോൾ സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയി, ശുശ്രൂഷനായി. അപ്പോൾ അത് അങ്ങനെയാണ് മോള് ഇതായി. രണ്ടാമത്തെ മോള് ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞ് അവൾ സിവിൽ സർവീസിന് പോകണമെന്ന് തോന്നി. അങ്ങനെ ഡൽഹിയിൽ 1 വർഷത്തെ കോച്ചിങ് കഴിഞ്ഞു. ഇപ്പോൾ അവൾ MA സൈക്കോളജി ഓൺലൈനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾക്ക് ഈ പറഞ്ഞോളം ദൈവം ഒരു വഴി തുറക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എന്നെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട്. നമ്മുടെ 1000 ഇഷ്ടം, അത് ശ്രദ്ധിച്ചേരെ, നമ്മുടെ 1000 ഇഷ്ടം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിറവേറുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം നിറവേറുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറി കഴിഞ്ഞാൽ അതിൻ്റെ വരുന്ന ദോഷവശങ്ങൾ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് ശരിയാക്കേണ്ടി വരും. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ മക്കൾ നിറവേറുന്നതെങ്കിൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടില്ല. അതാണ് അവർ നോക്കിക്കൊള്ളൂ. പാസ്റ്റർ വളരെ ആക്റ്റീവായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ സന്തോഷം പാസ്റ്ററെ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 25 വർഷം മുമ്പ് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത്. ജിമിച്ചേട്ടനാണ് ആദ്യം ദൈവത്തെ അറിഞ്ഞത്. അത് കഴിഞ്ഞാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഇതുപോലെ ദൈവത്തെ അറിയാനും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. എനിക്ക് വിശ്വാസത്തിൽ ഇതെന്താണെന്നോ ഇതിനകത്ത് ഒന്നും എനിക്കറിയില്ല. ഞങ്ങൾ യാക്കോബയിൽ ജനിച്ച് വളർന്നതാണ്. പക്ഷെ വിശ്വാസത്തിൽ ഇതിൽ വന്നു. ആദ്യം മുതൽ ദൈവം ഞങ്ങളെ വിശ്വാസം പഠിപ്പിക്കുകയായിരുന്നു. അതായത് ഞങ്ങൾ ആദ്യം എലന്തൂരാണ് താമസിച്ചിരുന്നത്. അവിടെ ഒരു വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ ഒരമ്മച്ചി ഞങ്ങൾക്ക് 3 തേങ്ങയും കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അന്നേരം ജിമിച്ചേട്ടൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടെന്ന് തെളിവായിട്ട് ഈ തേങ്ങ വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ. അപ്പോൾ 3 തേങ്ങ, 3-ാമത്തെ തേങ്ങ തീരുന്ന അന്ന് ഞാൻ ജിമിച്ചേട്ടനോട് പറഞ്ഞു, ഇന്ന് തേങ്ങ തീരുവാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ഇരയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് യഹോവ ഇരയെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ എന്താ, ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ചിരണ്ടി തീർന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓണർ അപ്പച്ചൻ ഒരു സഞ്ചി നിറച്ച് തേങ്ങ പൊതിച്ച് തൂക്കി. അതെന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി. ജിമിച്ചേട്ടൻ പറഞ്ഞ് കുളിമുറിന്ന് ഇറങ്ങിയില്ല, അതിനു മുമ്പേ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടു. അങ്ങനെ പല വിഷയങ്ങളിലും, അതുപോലെ മോള് പഠിക്കുമ്പോഴും മോളുടെ ഫീസ് കാര്യങ്ങളിലെല്ലാം വരുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് അതൊന്നും തെറ്റാതെ കറക്റ്റായി കൊടുക്കാൻ കറക്റ്റ് സമയത്ത് തന്നെ
ദൈവം പ്രവർത്തിച്ച് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അത്ഭുതങ്ങളാണ്. ഞങ്ങൾ ഒന്നുമില്ലാതെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി, എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് അങ്ങനെ എൻ്റെ വിശ്വാസത്തിൽ ഉറയ്ക്കാനൊക്കെ ദൈവം കൃപ തന്നു. ജിമ്മിച്ചേട്ടന് വിശ്വാസമാണ് എല്ലാം എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു. ജിമ്മിച്ചേട്ടൻ ഇങ്ങനെ പറയും ദൈവം പ്രവർത്തിക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ. ഈ പെന്തക്കോസ്തിനകത്ത് ഞാൻ പോയിട്ടുമില്ല, ഒന്നും ആദ്യമായിട്ടാണ് ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒന്നും എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാം ദൈവം ഞങ്ങളെ ഒന്നൊന്നായിട്ട് പഠിപ്പിച്ച് വിശ്വാസത്തിൽ നിലനിർത്തി. അങ്ങനെ അവിടെ 3 വർഷക്കാലം നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും അവിടെ പിന്നെ ഒത്തിരി ദൈവമക്കളുടെ ഇതുണ്ടായിരുന്നു, പ്രാർത്ഥന. ഇവിടെ വന്നപ്പോൾ ആരും ഇല്ലാത്തൊരു ദേശത്ത് വന്നു. എങ്കിലും ഇവിടെയും ദൈവം ഞങ്ങളെ ഉറപ്പിച്ചു. ഓരോ കാര്യത്തിലും ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എവിടെ ഇരുന്നാലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. ഒത്തിരി നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് കരയോ പ്രാർത്ഥിക്കുകയോ ഒന്ന് മാത്രമേ എനിക്കറിയാം. ദൈവസന്നിധിയിൽ എന്ത് കാര്യം വന്നാലും ഓടിച്ചെന്നിരുന്ന് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കും. അതിനെക്കുറിച്ച് പാസ്റ്ററും അതാണ് പറയുന്നത്. ജീവിതം ഒത്തിരി അറിയില്ല, എങ്കിലും എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ദൈവസന്നിധി പോയിരുന്ന് അത്ഭുതം നടക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാണ് അഭിഷേകം പ്രാപിച്ചത്. അങ്ങനെ എന്ത് കാര്യം വന്നാലും ദൈവസന്നിധി പോയി ഇരിക്കും, കരയും, എനിക്ക് ആരോടും ഞാൻ പറയൂ അങ്ങനെ ഒന്നുമില്ല. ആരും അങ്ങനെ ഇല്ല എനിക്ക് പറയാനോ ഒന്നും. വീട്ടിലേക്കൊന്നും അമ്മച്ചിയോടൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അവരോടൊന്നും അറിയിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാം ദൈവത്തോട് പറയും. ദൈവം അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെ അലന്തൂരി ഞങ്ങൾ താമസിക്കുമ്പോൾ ഒത്തിരി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും ആത്മാക്കൾ കർത്താവ് തന്നു, ഇത്രയും നിലവാരത്തിൽ കർത്താവ് കൊണ്ടുവന്നു എന്ന് തോന്നുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഭയങ്കര സന്തോഷം. എല്ലാം ദൈവത്തിൻ്റെ കൃപ. ഞങ്ങളിവിടെ വരുമ്പോൾ ആരും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാം ഞങ്ങൾ മിക്കപ്പോഴും ഉപവാസവും പ്രാർത്ഥനയായിരിക്കും. ചർച്ചിൽ ഞങ്ങൾ ജിമിച്ചയുടെ ഒരേ ഉപവാസ പ്രാർത്ഥന പറയും, ഇത്ര ദിവസം അതെല്ലാം കറക്റ്റായിട്ട് ഞാനും ഒപ്പം ഇരിക്കും. എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഭയങ്കര ഉത്സാഹമായിരുന്നു പ്രാർത്ഥിക്കാൻ. വേറെ ഒന്നിന് ചില്ല, പ്രാർത്ഥിക്കും, ഒറ്റയ്ക്കും പ്രാർത്ഥിക്കും, കൂട്ടമായിട്ട് പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ചയൊക്കെ സഹോദരിമാരുടെ പ്രാർത്ഥന ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും, എല്ലാവരും ഇരുന്ന്. അങ്ങനെ പ്രാർത്ഥന. ഈ സഭയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, മറുപടി കിട്ടുന്നത് വരെ നിങ്ങൾ പ്രാർത്ഥിക്കും. ഈ സഭയുടെ പ്രത്യേകത എല്ലാ സഭയിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു വിഷയം അവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പത്രോസ് വാതിൽ വന്ന് മുട്ടുന്നത് വരെ അതുപോലെ അല്ലേ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കും. എല്ലാവരും വിളിച്ച് ചോദിക്കും കാര്യം, എല്ലാ വിവരങ്ങളും. പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഇരുന്നാൽ അത്ഭുതം നടന്നിട്ട് കഴിയുള്ളൂ. ഭയങ്കര നിഷ്കളങ്കരായ പാസ്റ്റർ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആരംഭം മുതൽ എല്ലാം പറയാൻ പറ്റിയില്ലെങ്കിൽ ചുരുക്കത്തിൽ സംസാരിച്ചു. ഒന്നുമില്ലായ്മയിൽ കർത്താവ് എത്രത്തോളം കൊണ്ടുവന്നു. കർത്താവിനെ മാത്രം നോക്കി നിങ്ങൾ ഇറങ്ങി, കർത്താവിൻ്റെ വിളി അങ്ങ് അനുസരിച്ചു. ഒന്നുമില്ലായ്മയിൽ കിടന്ന് ഒന്നുമില്ലാതെ നിങ്ങളെ കർത്താവ് ഇവിടെ മാനിച്ചു, സ്ഥലങ്ങൾ തന്നു, ആരാധന അത് AC ഹോൾ കർത്താവ് തന്നു, എല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു. പാസ്റ്റർ, നിങ്ങളുടെ ജീവിത അനുഭവത്തിൽ കൂടെ ഇന്നത്തെ പുതുതലമുറയിൽ ശുശ്രൂഷമാരോട് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഒന്ന് ഞങ്ങൾ ഷെയർ ചെയ്യണം. പക്ഷെ അത് നമ്മുടെ വിളിയെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് മിനിസ്ട്രി ഉണ്ടോ അല്ലെങ്കിൽ എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ഞാൻ ദിവസത്തിലിരുന്ന് ഊസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു നിയോഗമാണ് ഈ നെന്മാറയിൽ ഞാൻ വരാൻ കാരണം. ഒരു മലയുടെ അടിവാരം വിളഞ്ഞു കിടക്കുന്നു, കൊയ്ത്തിൽ നീ പോവും എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നോട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനൊരു കൺഫർമേഷൻ. മറ്റൊന്ന്, നമ്മുടെ ഒരു ആവശ്യം സാമ്പത്തികമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ ചിലവായിരിക്കും. അപ്പോൾ അതെങ്ങനെ നടത്തുന്നത്? ഒരു സ്പോൺസർ വേണോ, അല്ലെങ്കിൽ നമുക്ക് സഹായിക്കാൻ മറ്റൊരാളോ സംഘടന വേണോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം വെച്ച് നോക്കണം. എത്ര ദിവസം ഇരിക്കേണ്ടി വന്നാലും ഇരുന്നിട്ട് കർത്താവ് ഇതിൻ്റെ ഒരു വഴി അറിയണം. നീയാണ് എന്നെ അയച്ചതെങ്കിൽ, നീയാണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ എനിക്ക് വഴി തുറക്കണം. ദൈവസ്ഥലം ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവം തുറക്കും. ഞങ്ങൾ കുടുംബമായിട്ട് പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അത് പോകേണ്ട കാരണം ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനൊരു നേരം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കരഞ്ഞേണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞിനൊരു നേരത്തെ.
അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനായിട്ട് ആലീസ് കൊച്ചിനടുത്ത് താഴത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് പട്ടിണിയാണെന്ന് അറിയുമല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നിട്ടുണ്ട്. ഞങ്ങൾ പല രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള വേദികൾ ദൈവം ഒരുക്കി തന്നു, അല്ലെങ്കിൽ അവസരങ്ങൾ തന്നു. അപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന വഴിയിൽ സാഹചര്യത്തിൽ നമ്മൾ ആരെങ്കിലും നന്നായിട്ട് ജീവിക്കുന്നോ സുഖമായിട്ട് ജീവിക്കുന്നോ കണ്ടിട്ട് ഭാരപ്പെടേണ്ട, അല്ലെങ്കിൽ അവരെ പോലെ ആകാൻ ശ്രമിക്കേണ്ട. നമുക്ക് ഒന്നുമില്ലാത്ത സാഹചര്യം നമ്മൾ ദൈവത്തിൻ്റെ ഇരിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുമോ, അത് തുറക്കുന്ന വരെ ദൈവത്തിൽ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, നമുക്ക് വേണ്ടിയിട്ടും ദൈവം നേരിട്ട് പ്രവർത്തിക്കും, അത് ഉറപ്പ് വന്നു. മറ്റൊന്ന്, നമ്മൾ ദൈവത്തിൻ്റെ വിളിയുള്ളവരാണ്. അത് പ്രസംഗിക്കാനുള്ളതല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രസംഗിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ 5:22 വാക്യമുണ്ട്, തിരമാലകൾ എത്ര അലച്ചാലും അത് ഇവിടെ വരിക, അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വരത്തില്ലെന്ന്. ഇനി അതിനൊരു പ്രമാണമുണ്ട്, അത് വിട്ട് നമുക്കൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രമാണം വിട്ട് പലപ്പോഴും സംസാരിക്കുന്നവരാണ്, പ്രമാണം വിട്ട് ഇവിടെ തീരുമാനം എടുക്കുന്നവരാണ്. പക്ഷേ തിരമാലകളെന്ന് ചോദിച്ചു നോക്കി 5:22 ഇരമ്യാവ്, അതാ പ്രമാണം വിട്ട് പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് വന്നാലും പ്രമാണം വിട്ട് പോരില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നമ്മൾ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. എന്ത് വന്നാലും നമ്മൾ പ്രമാണം വിട്ട് പോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാവും, പക്ഷേ പ്രമാണമുള്ളവരാണ്. ഇത് പ്രമാണമില്ല കുറവുകളും തന്നെ ആൾക്കാരായി മാറും. പ്രമാണമൊന്നും നമ്മൾ സൂക്ഷിക്കുന്നില്ല. പ്രസംഗിക്കാനുള്ളതല്ല, അത് പഠിപ്പിക്കാനുള്ളതല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കുവാനുള്ള. അപ്പം നമ്മൾ പ്രസംഗിക്കുന്ന കാര്യം നമ്മൾ പ്രമാണിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വന്നാൽ, നമ്മുടെ സഭയിലെ വിശ്വാസികൾക്ക് ഉറപ്പ് വന്നാൽ, നമ്മുടെ ആവശ്യങ്ങൾ അവരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം, നമ്മൾ പ്രസംഗിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പ് നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് കിട്ടിയാൽ മതി. ആ വിധവയെ മതി നമ്മളെ പോറ്റാനും പുലർത്താനും ഒക്കെ. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ പ്രസംഗിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആരെങ്കിലും ഒരാൾ ശ്രദ്ധിച്ചാൽ അവരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഇവിടെ കണക്ക് നോക്കുന്ന ആരുമില്ല, പക്ഷേ എൻ്റെ സഭയിലെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതിനടുത്ത കണക്ക് കണ്ടുപിടിക്കാവുന്നേ. കാരണം അവരറിയാതെ ഞാൻ പണമിടപാട് ചെയ്യാറില്ല ഇത്രയും കൊല്ലമായിട്ട്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർക്കും കൂടി അറിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ അവരിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്ന് തോന്നലില്ല. ഇവിടെ സ്ഥിരം വരുന്ന എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെയായി പ്രവർത്തനം നടക്കുന്നത് എന്നവർക്ക് ബോധ്യം. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തി നമ്മളെന്ത് ചെറിയ കാര്യം ചെയ്യുമ്പോൾ, നമ്മളിത് വീടല്ലല്ലോ, ചർച്ചല്ലേ, മിനിസ്ട്രി അല്ലേ. അപ്പോൾ അവരെയും കൂടി നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും, അവരെയും കൂടി ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തോറ്റുപോകുവാൻ നമ്മുടെ കൂടെ നിൽക്കുന്നവർ സമ്മതിക്കത്തില്ല. സർവോപരി ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യം വരും. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, പോയിട്ടില്ലാത്ത ചില വഴികൾ ദൈവം തുറക്കും. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ എല്ലായിടത്തുനിന്നും പണം വിദേശത്ത് വാങ്ങിക്കാറില്ല. കാരണം ചില സഭകളും ആ സൈസ് സാമ്പത്തികം ഞെരുക്കുള്ളൂ. ഈ അടുത്ത ദിവസം എൻ്റെ മോളുടെ കൊച്ചിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി പോയി. അപ്പോൾ അവിടെ നിന്ന് പൈസ തരാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ പൈസ വാങ്ങിക്കാതെ പോകുന്നു. പക്ഷെ വാങ്ങിക്കാതെ പോകുന്ന കാര്യം പറയാനല്ല, അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമാണ്. അപ്പോൾ എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അപ്പച്ചനും അമ്മച്ചും ഇവിടെ ഉണ്ടായിരുന്നു, ഇച്ചിരി പാൽപ്പൊടിയും ടാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലഗേജ് ഒഴിവാക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇപ്പോൾ ദുബായ് എയർപോർട്ടിലൊരു ദൈവദാസൻ, പേര് ഞാൻ മൻഫൂർ വെക്കുന്നു, 3 മണിക്കൂർ അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ ഫ്ലൈറ്റ് ക്യാൻസലായി കൊച്ചി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫ്ലൈറ്റിൽ വന്നു. അപ്പോൾ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് കൊച്ചി എയർപോർട്ടിൽ കൊച്ചി വരാനായിട്ട് കാത്തിരിക്കുമ്പോഴാണ് ഞാൻ ഞങ്ങളെ കാണുന്നത്. പറഞ്ഞു, ഫസ്റ്റ് നമുക്ക് 2-3 മണിക്കൂർ സമയമുണ്ട്, ഇവിടെ നടക്കാമെന്ന് പറഞ്ഞു. ദുബായ് ഇതിൽ നടക്കുമ്പോൾ എന്നോട് നമുക്ക് ചുമ്മാ ഷോപ്പിങ്ങിന് കയറാം. അപ്പോൾ വാങ്ങിച്ചു തന്ന കാര്യങ്ങൾ എന്താ പറയുമ്പോൾ ഈ പാൽപ്പൊടിയും ടാങ്കുമാണ്. അതെന്താ ഏത് സംഭവം അറിയുമോ? വൈഫിനോട് അതിന് മുമ്പ് പറഞ്ഞു, അപ്പച്ചനമ്മച്ചോടെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈ പാൽപ്പൊടിയുടെയും ടാങ്കിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ അറിയുന്ന ദൈവം, അങ്ങനെ കരുതുന്ന ദൈവം. ഞങ്ങൾ ഒരുമിച്ച് എയർപോർട്ടിൽ വന്നിറങ്ങി, കൊച്ചി എയർപോർട്ടിൽ. അദ്ദേഹത്തിൻ്റെ വണ്ടി ആദ്യം വന്നപ്പോൾ പോക്കറ്റിലേക്ക് കുറച്ച് രൂപ ഇട്ടു. ആ രൂപ എനിക്ക് ആവശ്യത്തിൽ കൂടുതലായിരുന്നു. അത് ആ ദൈവത്തെയല്ലേ നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നമുക്കിത് വിശ്വസിക്കാം. നിങ്ങൾക്ക് എന്തുമാത്രം ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുമോ അത്രയും വിശ്വസിക്കാം. അതിനുശേഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നിങ്ങളുടെ ജീവിതം അങ്ങ് വെച്ചു കൊടുത്താൽ മതി. നിങ്ങൾ തോക്കില്ല, തോക്കാൻ ദൈവം സമ്മതിക്കില്ല, തോക്കാൻ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെയുള്ളവരുടെ ചരിത്രം പരിശുദ്ധാത്മാവ് പിൽക്കാലങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം രേഖപ്പെടുത്തുവാൻ ഇന്നും ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്. പ്രൈസ് ലോർഡ് പാസ്റ്റർ, ഇത്രയും സമയം ഞങ്ങളുമായിട്ട് വളരെ വിലപ്പെട്ട സന്ദേശങ്ങൾ പാസ്റ്റർ അനുഭവത്തിൽ കൂടെ ഞങ്ങളുടെ പ്രേക്ഷകരുമായി പാസ്റ്റർ പങ്കുവച്ചു, ഞങ്ങളുടെ ഹാർവസ്റ്റ് ടീമായി പങ്കുവച്ചു. നിശ്ചയം ഇത് കേൾക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ അധികം കർത്താവിൽ വിശ്വസിക്കാനും ആശ്രയിക്കാനും അധികം പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനമായി മാറും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും സമയം വിലപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ച പാസ്റ്ററിനോടും
പാസ്റ്ററിൻ്റെ വൈഫിനോടും ഞങ്ങളുടെ ഹാർവസ്റ്റ് ടിവിയുടെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹാർവസ്റ്റ് ടിവിയുടെ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാം ഞങ്ങളൊരു ഭാഗമായി തീരുവാൻ ഒരു അവസരം തന്ന ഹാർവസ്റ്റ് ടിവിയോടും അതിൻ്റെ സംഘാടകരോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം ഞങ്ങളെയും നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ വാക്കുകൾ വെച്ചിരുന്നു. വളരെ അനുഭവങ്ങൾ 25 വർഷത്തിനകം കർത്താവിൻ്റെ ദാസൻ ലൈഫിൽ കർത്താവിന് അന്ധമായി വിശ്വസിച്ചിറങ്ങിയത്. പക്ഷേ കർത്താവ് മാത്രമേ ഉള്ളൂ, മറ്റൊരു വഴിയില്ലെന്ന് അടിയുറച്ച് വിശ്വസിച്ച് ദൈവത്തിൻ്റെ ദർശനം ഏറ്റെടുത്ത് ഈ സ്ഥലത്ത് വന്ന് തുടങ്ങിയ ഈ പ്രവർത്തനം ഇപ്പോൾ 100 കണക്കിന് എന്ന് പറഞ്ഞാൽ പോലെ 1000കണക്കിന് ആൾക്കാർക്ക്, ഈ സഭക്കാർക്ക് മാത്രമല്ല ഈ ദേശത്തിൻ്റെ മൊത്തം കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് വചനം പോലെ ഇവർ ഈ ദേശത്തിന് അനുഗ്രഹമായി കൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ഇത് കേൾക്കുന്ന ദൈവങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വെറുതെ കുറച്ച് വർഷം പാഴാക്കി കളയാനല്ല. എവിടെ നിങ്ങളെ കർത്താവാക്കിയിരിക്കുന്നു ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ, കർത്താവിനെ കാത്തിരുന്ന് വലിയ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരുവാൻ നമ്മുടെ ലൈഫിനെ കർത്താവ് മാറ്റട്ടെ. ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും വരുന്ന എപ്പിസോഡിൽ കാണാമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.